ഇന്നത്തെ വിഷയം മണ്ണറയിലെ ഭാഗ്യവാൻ എന്നൊരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഖബറും ആ ഖബറിലെ വിജയം. എന്താണ് ഖബർ, ഖബറിന്റെ അവസ്ഥ എന്താണ്, അവിടെ ആർക്കാണ് വിജയിക്കാൻ കഴിയുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യാമെന്ന് നാം പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, അത്ഭുതങ്ങളുടെ കലവറയായ പ്രപഞ്ച ലോകത്തിലെ കോടാനുകൂടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമവും ഉദാത്തമവും സവിശേഷവുമായ ഒരു വിഭാഗം സൃഷ്ടികളാണ് മനുഷ്യ വിഭാഗം. മനുഷ്യേതര ജീവികൾക്കില്ലാത്തതും നൽകാത്തതുമായ ഒട്ടനവധി കഴിവുകളും മഹിമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയിരിക്കുന്നത് ഒരു പരമമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്, ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കാനുള്ളത്. അല്ലാതെ മറ്റു ജന്തുജാലങ്ങളെ പോലെയോ സൃഷ്ടിജാലങ്ങളെ പോലെയോ നശ്വരമായ നൈമിഷികമായ ക്ഷണികമായ ഭൗതികമായ ദുനിയാവിൽ മനുഷ്യൻ കുത്തഴിഞ്ഞ് ജീവിക്കാൻ പാടില്ല. ഏകനായ സൃഷ്ടാവായ സർവേശ്വരനായ സർവാധിപതിയായ സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിച്ച് ആരാധിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് മനുഷ്യ സമൂഹത്തിന്റെ മേൽ അർപ്പിതമായിരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി മനുഷ്യൻ ആരാധനകൾ അർപ്പിക്കുക, അള്ളാഹുവിന് മുമ്പിൽ മനുഷ്യന് വിനയാന്യതനാവുക, അതിനുവേണ്ടി ആ ഒരു ലക്ഷ്യത്തിന്റെ പേരിലാണ് അള്ളാഹു തആല ലോകത്ത് മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്തുള്ള ജീവിതമല്ല മനുഷ്യ ജീവിതത്തിന്റെ എന്നുമെന്നുമുള്ള ലക്ഷ്യം. ഇവിടെയുള്ള ജീവിതം നശ്വരമാണ്, നൈമിഷികമാണ്, ക്ഷണികമാണ്, ഭൗതികമാണ്, താൽക്കാലികമാണ്. ഏത് നിമിഷവും മനുഷ്യന്റെ ജീവിതം അവസാനിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് അഅമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. ഒരു മനുഷ്യന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് സാധാരണ. അതിന് താഴോട്ടാണെങ്കിൽ അവന് ഭാഗ്യം കുറഞ്ഞുപോയി, അതിന് മുകളിലോട്ടാണെങ്കിൽ അഅമാലുകൾ ചെയ്യാൻ അവന് ഭാഗ്യമുള്ളവനാണെങ്കിൽ അൽഹംദുലില്ലാഹ് അവനാണ് ഭാഗ്യവാൻ. അങ്ങനെ മനുഷ്യന്റെ തുച്ഛമായ ആയുസ്, ഈ ആയുസ് കഴിയുമ്പോൾ ലോകത്തുനിന്ന് എല്ലാവരും വിട പറഞ്ഞു പോകേണ്ടി വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000-ൽ പരം അംബിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നു. അവരെല്ലാവരും തുച്ഛമായ കാലഘട്ടം ഇവിടെ ജീവിച്ചു മരണപ്പെട്ടു പോയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകത്ത് ആർക്കും ശാശ്വതമായി ജീവിക്കാൻ സാധ്യമല്ല. എപ്പോഴും മനുഷ്യൻ മരണപ്പെടാം, ഏത് നിമിഷവും മരണപ്പെടാം. നേരം വെളുത്ത് നോക്കുന്നവന് വൈകിട്ട് കാണാൻ കഴിയില്ല, വൈകിട്ട് നോക്കുന്നവന് നേരം വെളുത്ത് കാണാൻ കഴിയില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി, ഇദാ അസ്ബഹത ഫലാ തന്തദിറിൽ മസാഅ വഇദാ അംസൈത ഫലാ തന്തദിരിസ് സബാ. നേരം വെളുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയവനാണ്. തന്റെ ഭർത്താവ് വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നല്ലതുപോലെ ഭക്ഷണങ്ങളെ പാചകം ചെയ്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാൻ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാൻ ഭാര്യ തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരം ആരാ വീട്ടിലേക്ക് കടന്നു വരുന്നത്? ഭർത്താവല്ല വീട്ടിലേക്ക് കടന്നു വരുന്നത്, മരണത്തിന്റെ ദൂതനാണ് വീട്ടിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഇതല്ലേ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഇദാ അസ്ബഹത ഫലാ തന്തദിറിൽ മസാ. നേരം വെളുത്ത് വീട് വിട്ടിറങ്ങി പോയവനാണ്, പക്ഷേ വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വരാൻ, ജീവനോടെ കടന്നു വരാൻ അവന് കഴിയുന്നില്ല. വൈദാ അസ്ബഹത അംസൈത ഫലാ തന്തദിറിൽ മസാ. അവൻ വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നവനാ. വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നവന് നേരം വെളുത്ത് ഉറക്കമെഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവൻ വീട്ടിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ചവനാണ്. നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് തന്റെ ഭാര്യയോട് മക്കളോട് സ്വറ പറഞ്ഞുകൊണ്ട് സുഖമായി കിടന്നുറങ്ങിയവനാ. അതുപോലെ പ്രിയപ്പെട്ട ഭാര്യ എഴുന്നേറ്റ് പോയ ബെഡ് കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് തന്റെ ഭർത്താവിനെ തട്ടി ഉണർത്തുകയാണ്, ഉണരുന്നില്ല. രണ്ടാമത് വീണ്ടും തട്ടുന്നു, ഉണരുന്നില്ല. വീണ്ടും വിളിക്കുകയാണ്, ഉണരുന്നില്ല. എന്താണ് എന്റെ ഭർത്താവിന് സംഭവിച്ചു പോയത്? കയ്യിലിരിക്കുന്ന ബെഡ് കോഫി അറിയാതെ തറയിലേക്ക് വീണു പോകുകയാ. വീട്ടിനകത്ത് നിലവിളികൾ ഉയരുകയാ. അടുത്തുള്ളവർ ഓടി വരികയാണ്. നിന്നെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ഡോക്ടർ നാടി പിടിച്ചു നോക്കിയിട്ട് പറയുന്നത് മരിച്ചു പോയിട്ട് 2-3 മണിക്കൂറുകളായെന്ന് പറയുമ്പോ ഇതല്ലേ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഇദാ അംസൈത ഫലാ തന്തദിരിസ് സബാ.
വൈകുന്നേരം വീട്ടിലേക്ക് വന്നവനാ. അവന് നേരം വെളുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കിടന്നുറങ്ങിയവനാണ്. പക്ഷേ നേരം വെളുത്ത് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴാണ് മരിക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ഏത് നിമിഷമാണ് മരിക്കുന്നതെന്നോ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നോ, എങ്ങനെയാണ് മരിക്കുന്നതെന്നോ നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. എപ്പോഴാണ് മരണം, ഏത് നിമിഷമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എപ്പോഴും മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാം. ഏത് നിമിഷം മരിച്ചാലും സന്തോഷത്തോടുകൂടി മരിക്കാം. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട റഹ്മത്തിന്റെ മാലാകമാരുടെ പരിലാളനേറ്റുകൊണ്ട് മരിക്കാനുള്ള തയ്യാറെടുപ്പ്, അതാണ് നാം ചെയ്യാറുള്ളത്. എപ്പോഴും മരിക്കട്ടെ, വിമാനത്തിലാകട്ടെ, ട്രെയിനിലാകട്ടെ, വാഹനത്തിലാകട്ടെ, എവിടെയാകട്ടെ, ഹോസ്പിറ്റലിലാകട്ടെ, വീട്ടിനകത്താകട്ടെ, എവിടെ വെച്ച് മരിച്ചാൽ സന്തോഷത്തോടുകൂടി മരിക്കുക. ഞങ്ങൾ മരണത്തിനോട് മല്ലടിച്ച് വീട്ടിനകത്ത് കിടക്കുമ്പോ പ്രിയപ്പെട്ടവന്റെ വേർപാടിന്റെ വേദന താങ്ങാൻ കഴിയാതെ അടുത്തിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ, പ്രിയപ്പെട്ട മക്കളെ എങ്ങനെടിച്ചുകൊണ്ട് കരയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങള് കരയുകയാണ്. എല്ലാവരും ഓരത്തിരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരയുമ്പോ, എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ട് കരയുമ്പോ, എല്ലാവരും എങ്ങനെടിച്ചുകൊണ്ട് കരയുമ്പോ, ആകാശ ലോകത്തുനിന്ന് മാലാകമാര് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വാനലോകത്തുനിന്ന് മാലാകമാരിറങ്ങി വന്നുകൊണ്ട് എന്റെ പൊന്നുമോനെ ദുഃഖിക്കണ്ടടാ. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപദ്രവം സഹിച്ചവനാ. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വേദനകൾ നീ കടിച്ചിറക്കിക്കൊണ്ട് ജീവിച്ചവനാ. ഇന്നലെ വരെ നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ ആട്ടും തുപ്പും ഏറ്റുകൊണ്ട് ജീവിച്ചവനാ. ഇന്നലെ വരെ ദുനിയാവിലെ സങ്കടത്തോടുകൂടി, പ്രയാസത്തോടുകൂടി, ഇടങ്ങേറുകളോടുകൂടി ജീവിച്ച മനുഷ്യനാ. അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. നീ ഇനി സങ്കടപ്പെടണ്ട, ഇനി നീ ദുഃഖപ്പെടണ്ട. നിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം അവസാനിച്ചിരിക്കുകയാ. നിനക്ക് വേണ്ടി ഇതാ തുറക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ ലോകത്തേക്ക് കടന്നു വരൂന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ആത്മാവ് പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ആത്മാവ് റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് പിടിച്ചു കൊണ്ടുപോകണമോ? സന്തോഷത്തോടെ ഏഴാകാശങ്ങൾ തുറക്കപ്പെട്ട ഏഴാകാശത്തിന്റെ കവാടങ്ങൾ താണ്ടിക്കിടന്ന അല്ലാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ ആത്മാവ് കടന്നു പോകണമോ? ഞങ്ങളുടെ കൊണ്ട്, ഞങ്ങളുടെ അമാല് കൊണ്ട് നമ്മുടെ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തിയെടുക്കുക. ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തിയെടുക്കണം അമാലുകൾ കൊണ്ട്. എങ്കിലേ സന്തോഷത്തോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരും, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ കരയട്ടെ, മക്കള് കരയട്ടെ, ഭർത്താവ് കരയട്ടെ, ആര് കരയട്ടെ, നമുക്ക് സന്തോഷിക്കുന്ന നിമിഷമായിരിക്കണം ആ സമയം. നമുക്ക് നശിച്ച ദുനിയാവിനെ വിട പറഞ്ഞു പോകുന്ന ആ നിമിഷം ഓർത്തുകൊണ്ട് സന്തോഷിക്കണം. റഹ്മത്തിന്റെ മാലാകമാരുടെ പരിലാളനേറ്റുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യാനുള്ളത്. നമ്മൾ മരിച്ചു കിടക്കുമ്പോ ഞാൻ നിങ്ങളെ ചിന്തിക്കുക, നമ്മളിന്ന് മരിച്ചു കിടക്കുക വീട്ടിനകത്ത്, വിശദീകരിക്കാൻ സമയമില്ല. ഞങ്ങൾ മരിച്ചു കിടക്കുകയാണ് വീട്ടിനകത്ത്, ആരും ഒരു സഹായവും നമുക്ക് ആരും സഹായിക്കാൻ കഴിയുന്ന നിശ്ചലമായി കിടക്കുന്ന കട്ടിലിൽ നമ്മൾ വേറെ ആളെ മയ്യത്തെ കാണാൻ പോകുമ്പോൾ ആ രംഗമല്ല, നമ്മൾ മരിച്ചു കിടക്കുന്ന ചിന്തിച്ചു നോക്കിയേ. എന്റെ പ്രിയമുള്ളവരെ, കൈകെട്ടി വെള്ള തുണിയിൽ പൊതിയപ്പെട്ട് കിടക്കുന്ന ഒരു രംഗം, ഒന്നും സഹായിക്കാൻ കഴിയുന്നില്ല ആരെയും. ആര് കരഞ്ഞാലും, ആര് നിലവിളിച്ചാലും അരുതേന്ന് പറയുവാനോ അല്ലെങ്കിൽ അവരോടൊരു സങ്കടം പറയുവാനോ നമ്മുടെ വേദനകൾ പങ്കുവെക്കുവാനോ കഴിയാതെ അവൻ വേറെ ലോകത്തായി അവൻ കിടക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും കിടക്കുകയാണ്. ഇന്നലെ വരെ ഗജപോക്രിയായി ജീവിച്ചവൻ, ഇന്നലെ വരെ ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് അവന്റെ മുമ്പിലേക്ക് ചാടി ഇറങ്ങിയവൻ, ഇന്നലെ വരെ ഗർജനത്തിന് ശബ്ദം മുഴക്കിയവൻ, ഇന്നലെ വരെ നെഞ്ച് നിളിച്ചുകൊണ്ട് നടന്നവൻ ഇന്നതാ മിണ്ടാൻ കഴിയാതെ കിടക്കുകയാണ്. ഖൽഫീ കരീമാതുൻ അലയ്യാ ബവാകിയാ വഫീഹിന്ന ഉമ്മിയൗ ശകീകി വഇത്രതി യുനാദൂന ഖൽഫൻ നഅശി മല്ലാ യുജീബുഹും وقد كنت في الدنيا سريع الإجابة
ഇന്നലെ വിതാര് ചോദിച്ചാലും മറുപടി കൊടുത്തവനാ. തന്റെ പ്രിയപ്പെട്ട മക്കൾ ഇതാ പൊട്ടിക്കരയുമ്പോ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ എങ്ങനടിച്ചുകൊണ്ട് കരയുമ്പോ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സങ്കടപ്പെടുമ്പോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ വീട്ടിനകത്തുതാ ഞങ്ങളെ പുതിയപ്പെട്ട് സന്തോക്ക് വെട്ടിക്കകത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് കമ്പിളിക്കാട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനടിച്ച് കരയുമ്പോ ഒന്ന് മിണ്ടാൻ പോലെ കഴിയാതെ, ഒന്ന് മിണ്ടാൻ പോലെ കഴിയാതെ സന്തോക്ക് വെട്ടിക്കകത്തേക്ക് അടയ്ക്കപ്പെട്ടതായ തരത്തിൽ ആരെയോ ചുമലിലേറ്റിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോ അല്ലാ അല്ലാ, ആരാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ? നമ്മെ സഹായിക്കാനുള്ളതാരാ? പള്ളിക്കാട്ടിലേക്ക് നമ്മെ കൊണ്ടുവെക്കുകയാ. ആരൊക്കെയോ വെട്ടിയുണ്ടാക്കിയ കബറിന്റെ ഉള്ളിലേക്ക് ഞങ്ങളെ കൊണ്ടുവെക്കുകയാ. ഒന്ന് തിരിയാനുള്ള സൗകര്യമില്ല, ഒന്ന് എഴുന്നേറ്റിരിക്കാനുള്ള സൗകര്യമില്ല, ഒന്ന് അനങ്ങാനുള്ള സൗകര്യമില്ല. ഭൗതികമാകുന്ന യാതൊരുവിധ സുഖങ്ങളുമില്ലാതെ പള്ളിക്കാട്ടിലെ മണ്ണറയുടെ ഉള്ളിലേക്ക് ആരൊക്കെയോ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവസാനമായി ഞങ്ങൾക്കൊരു സമ്മാനം തന്നുകൊണ്ട് തിരിച്ചു പോകുകയാ. ഞങ്ങൾക്കൊരു സമ്മാനം തന്നിട്ട് എല്ലാവരും തിരിച്ചു പോവുകയാ. എന്ത് സമ്മാനമാ? ഇന്നലെ വരെ ഞങ്ങൾ ആരെയെല്ലാം സഹായിച്ചു അല്ലേ? ബസ് കയറിയപ്പോ ടിക്കറ്റ് എടുത്തു, ട്രെയിനിൽ കയറിയപ്പോ ടിക്കറ്റ് എടുത്തു, ഹോട്ടലിൽ കയറിയപ്പോ ഭക്ഷണത്തിന് പൈസ കൊടുത്തു. എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ മയ്യത്തടക്കാൻ. എന്നിട്ട് തിരിച്ചെന്താ ഞങ്ങൾക്കൊരു സമ്മാനം തരുന്നത്? ഞങ്ങൾക്കൊരു സമ്മാനം തരാനൊരു സുന്ദരമായ പുതപ്പ് പോലും കബറിന്റെ ഉള്ളിലേക്ക് വെച്ച് തരാൻ ആരുമില്ല. ഈ നാട്ടിലെ പൗരപ്രമാണിയല്ലേ എന്ന് പറഞ്ഞിട്ട് അധികമായ തലയണ പോലെ കബറിന്റെ ഉള്ളിലേക്ക് വെച്ച് തരുന്നില്ല. ഇതാ കബറിലേക്ക് വെച്ച് പലക വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുറത്തേക്ക് മണ്ണ് വാരിയിട്ട് കൊണ്ട് പിരിഞ്ഞു പോകുകയാ. അവസാനമായി ഞങ്ങൾക്ക് തരുന്ന സമ്മാനം എന്താ? ഇതാ മണ്ണ് വാരിയിട്ട് കൊണ്ട് പിരിഞ്ഞു പോകുകയാ. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയല്ലേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഇതാ മണ്ണ് വാരിയിട്ട് കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഞങ്ങൾ ആരും അറിയുന്നില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാനെ കബറിലേക്ക് കൊണ്ടുവച്ചവരാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാനെ കബറിലേക്ക് കൊണ്ടുവച്ചവരാ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കബറിലേക്ക് കൊണ്ടുവച്ചവരാ. ആ കബറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് മണ്ണ് വാരിയിട്ട് കൊണ്ടിരിക്കുമ്പോ ഇതാ ഒരു മലക്ക് കടന്നു വരികയാ. ഒരു മലക്ക് കടന്നു വന്നവനോട് പറയുകയാണ്, എടാ, ഇന്നലെ വരെ മണ്ണിന്റെ പുറത്തൂടെ അഹങ്കരിച്ചുകൊണ്ട് നടന്നവന്, ഇന്നലെ വരെ മണ്ണിന്റെ പുറത്തൂടെ അഹങ്കരിച്ചുകൊണ്ട് നടന്നവന്, അല്യൗമ സുർതഫി ബത്നിഹാ മുദ്തജിആ, ഇന്നതാ നീ മണ്ണിന്റെ ഉള്ളിലേക്ക് മലർന്നു കിടക്കുകയാ. ഇന്നലെ വരെ അഹങ്കരിച്ചുകൊണ്ട് ആരടാ എനിക്കെതിരെ ശബ്ദിക്കാ, ആരടാ എനിക്കെതിരെ ഒന്ന് ശബ്ദമുയർത്താൻ, ആരടാ എനിക്കെതിരെ പോരാടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു നിളിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നടന്നവനല്ലടാ. ഇന്ന് നിനക്ക് നിശ്ചലമായി തിരിയാനോ അനങ്ങാനോ കഴിയാതെ മണ്ണിന്റെ ഉള്ളിലേക്ക് മലർന്നു കിടക്കുകയല്ലേ, മണ്ണിന്റെ ഉള്ളിലേക്ക് മലർന്നു കിടക്കുകയല്ലടാ. ഇന്നലെ വരെ മണ്ണിന്റെ പുറത്തൂടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നവരാ. സിനിമ കണ്ട് പൊട്ടിച്ചിരിച്ചവരെ, സീരിയൽ കണ്ട് ചിരിച്ച ഉപ്പ, സീരിയൽ കണ്ടിട്ട് പൊട്ടിച്ചിരിച്ച ഉപ്പ, സർക്കസ് കണ്ട് ചിരിച്ചു പോയോരെ, ബ്ലൂ ഫിലിം കണ്ടുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് ചിത്രങ്ങൾ കണ്ടുകൊണ്ട് കാമുകിമാരോട് സംസാരിച്ച് കാമുകരോട് സംസാരിച്ചുകൊണ്ട് ആരും കാണാതെ ഒരു പാതിരാത്രിയിൽ നിന്ന് പൊട്ടിച്ചിരിച്ചവനല്ലടാ. ആരും കാണാതെ ഒരു പൊട്ടി ചിരിച്ചവനെ, ഇന്നിതാ നീ അതിന്റെ പേരില് ഭൂമിയുടെ പുറത്ത് നീ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നതിന്റെ പേരില് ഇന്നിതാ മണ്ണിന്റെ ഉള്ളിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുകയല്ലടാ, പൊട്ടിക്കരയുകയല്ലേ. ഇന്നലെ അവരെ ചിരിച്ചതിന്റെ പേരില് നീ കരയുകയല്ലേ. ഇന്നലെ വരെ മണ്ണിന്റെ പുറത്തൂടെ തെറ്റുകൾ ചെയ്തുകൊണ്ട് നടന്നവരാ, ഇന്നലെ വരെ സിനിമ കണ്ട് നടന്നവരാ, ഇന്നലെ വരെ സീരിയൽ കണ്ടുകൊണ്ട് നടന്നവരാ, ഇന്നലെ വരെ
നമസ്കരിക്കാതെ ചുറ്റി നടന്നവരാ, ഇന്നലെ വരെ സർക്കസ് കൊണ്ട് നടന്നവരാ, ഇന്നലെ വരെ വിശുദ്ധമായ റമളാനിന്റെ പകലുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് നടന്നവരാ, നീല ചിത്രങ്ങൾ കൊണ്ട് നടന്നവരെ, വ്യഭിചാരശാലകൾ കയറിയിറങ്ങിയവരെ, ഇന്നലെ വരെ ചെയ്തു പോയ പാവത്തിന്റെ പേരില് നീ ഇന്ന് സങ്കടപ്പെടുകയല്ലടാ, നീ ഖേദിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മലക്കവന്റെ ഖബറിലേക്ക് വന്നുകൊണ്ട് അവനോട് പറയുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരിക, നമ്മൾ ആരും അറിയുന്നില്ല. ഖബറിൽ കൊണ്ട് കിടത്തുമ്പോൾ നമ്മൾ മണ്ണ് വാരിയിട്ട് കൊണ്ടിരിക്കുന്നു. ഈ മണ്ണ് വാരിയിട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഒരാള് വന്നിട്ട്, ഒരു മലക്ക് വന്നിട്ട് നമ്മോട് പറയുന്ന റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചത്, ഇനി മണ്ണിട്ട് തീരുമ്പോഴോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇദാ സുഫിയ അലി തുറാബ്, മണ്ണൊക്കെ ഇട്ട് ഒരു ചാൻ ഉയർത്തി രണ്ട് ഭാഗത്ത് കല്ല് വെച്ച് ചെടിയൊക്കെ നട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ ചെടി നട്ട് കല്ലും വെച്ച് കഴിഞ്ഞിട്ട് അവനെ ഈ കുഴിയിലെ കൊണ്ടുവച്ച് അവന്റെ പ്രിയപ്പെട്ട മക്കളും അവന്റെ കുടുംബക്കാരും അവന്റെ അയൽവാസികളും അവന്റെ കൂട്ടുകാരും എല്ലാവരും തിരിച്ചു പോകുമ്പോൾ ഇതാ ഒരു മലക്ക് അവന്റെ ഖബറിലേക്ക് കടന്നു വരികയാണ്. ആ ഖബറിലേക്ക് മലക്ക് വന്നുകൊണ്ട് പറയുന്നു, യബ്ന ആദം, അല്ലയോ ആദമിന്റെ മോനെ, എവിടെയടാ നിന്നെ അടക്കിയവരെല്ലാം എവിടെ പോയി? ഇല്ലേ, നിന്നെ അടക്കിയവരെല്ലാം എവിടെ പോയി? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെവിടെ പോയി? നിന്റെ പ്രിയപ്പെട്ട മക്കൾ എവിടെ പോയി? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എവിടെ പോയി? പെണ്ണേ, എല്ലാവരും തിരിച്ചു പോയല്ലോ. ഇനി പോകാതെ നിന്റെ ഖബറിന്റെ ഓരത്ത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നാൽ, എന്നോട് എത്രയോ വർഷങ്ങളെ കിടന്നുറങ്ങി എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഇന്നത്തെ രാത്രി എന്റെ ഭാര്യ ഭർത്താവിന്റെ ഖബറിന്റെ ഓരത്ത്, അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ ഖബറിന്റെ ഓരത്ത് ഞാനൊന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പാന ഖബറിന്റെ ഓരത്ത് ഞാനൊന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാ, ഈ മലക്കവനോട് പറയുകയാണ്, ആരെങ്കിലും നിന്റെ ഖബറിന്റെ ഓരത്ത് നിന്നാൽ നിനക്കൊരു ഗുണവും ചെയ്യാൻ കഴിയില്ലടോ, നിനക്കൊരു ഗുണവും ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. ജമാഅത്തുൽ മാൽ, നീ ഒരുമിച്ച് കൂട്ടി വെച്ചിരുന്ന സമ്പത്തുകൾ പോയടാ. ഈ മലക്കവനോട് ചോദിക്കുക, നീ ഒരുമിച്ച് കൂട്ടി വെച്ചിരുന്ന സമ്പത്തുകൾ എവിടെ പോയടാ? ആർക്കും കൊടുക്കാതെ ഒരുമിച്ച് കൂട്ടി വെച്ചിരുന്ന പണം എവിടെ പോയി? നിന്റെ മുമ്പിലേക്ക് വന്ന് കൈനീട്ടിയ പാവങ്ങളാകുന്ന എത്രയോ ആളുകളാ രോഗിയായി കടന്നിട്ട് ഒരു ദിവസത്തെ മരുന്നിന് വേണ്ടി നിന്റെ മുമ്പിലേക്ക് വന്ന് കൈനീട്ടുമ്പോ ആട്ടി പുറത്താക്കിയവരല്ലടാ. 10, 20, 25, 30 വയസ്സായിട്ട് വിവാഹ ജീവിത സ്വപ്നം കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഞാനെങ്ങനെ കെട്ടിച്ചയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും കാണാതെ ലൈറ്റ് അടച്ചിട്ട് വീട്ടിനകത്ത് പൊട്ടിക്കരയുമ്പോ, ആരും കാണാതെ പാതിരാത്രി വീട്ടിനകത്ത് സങ്കടപ്പെടുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാര്, അവരെല്ലാം നിന്റെ മുമ്പിലേക്ക് വന്ന് കൈ നീട്ടുമ്പോ എല്ലാവരും ആട്ടി പുറത്താക്കിയവരെ, നിന്റെ സമ്പത്ത് എവിടെ പോയടാ? നിന്റെ സമ്പത്ത് എവിടെ പോയി? എല്ലാവരും വീതം വെച്ചുകൊണ്ട് പോയല്ലോ. നിന്റെ കുടുംബക്കാരെ വേദം വെച്ചുകൊണ്ട് പോയില്ലേ? നിന്റെ സ്വന്തക്കാരെ വേദം വെച്ചുകൊണ്ട് പോയില്ലേ? നിന്റെ കൂട്ടുകാരും നിന്റെ അനന്തരാവകാശികള് എല്ലാം എടുത്തുകൊണ്ട് പോയില്ലേ? ഇമ്മാലി ജന്നത്തിൻ ആലിയ ഔ നാരിൻ ഹാമിയ. ഈ മലക്കവരോട് വന്ന് പറയുകയാണ്, ഒന്നുകിൽ നിനക്ക് ഈ ഖബർ സ്വർഗം, അല്ലെങ്കിൽ നിനക്ക് ഈ ഖബർ നരകം. ഒന്നുകിൽ ഖബർ നിനക്ക് സ്വർഗം, അല്ലെങ്കിൽ നിനക്ക് നരകം. ഇതാണ് നിന്റെ ഖബറിൽ നീ അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ മലക്ക് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ വരുന്നത് ആരാണ്? ഒത്തിരി വിശദീകരിക്കാൻ ഈ ഭാഗമില്ല. ഇത് കഴിഞ്ഞു പോകുമ്പോൾ അവിടെ വരുന്നൊരു മലക്കാണ്. ഞാൻ ചുരുക്കി പറഞ്ഞു പോവുകയാണ്.
ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ അവന്റെ അടുക്കിലേക്ക് മലക്ക് വരുന്നു. ആരാ വരുന്നത്? ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്ന മലക്കാരാണ്. ആരാ വരുന്നത്? മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം. ജഅദാനി അസ്വാ ദാനി അസ്റാഖാനി ശഅറുഹുമാ യസ്ഹാബുഹു തിജിലാനി സൗതുഹുമാ കാ മിഥിൽ റഅദിൻ ഹാതിഫി വൽ ഐനു യുർവാ മിഥിൽ ബർഖിൻ ഖാതിഫി. നീലക്കണ്ണന്മാരാകുന്ന രണ്ട് മലക്കുകളാണ്. അവിടെ മുടികൾ കണ്ടാൽ കാലിൽ കിടന്ന് എഴഞ്ഞുകൊണ്ട് കിടക്കുകയാ. അവിടെ മുടികളെല്ലാം കാലിൽ കിടന്നുകൊണ്ട് എഴയുകയാണ്. അങ്ങനെ കാലുവഴിയെ കിടന്ന് എഴയുന്ന മുടികളായിട്ട് നീലക്കണ്ണന്മാരാകുന്ന രണ്ട് മലക്കള് ഇരുളുമുറ്റ രാത്രി പോലെ ഇരുട്ട് കറുത്ത നിറത്തിലുള്ള ആ മിന്നൽ പിണറുകൾ പോലെയുള്ള പ്രകാശത്തോടെ കാതടപ്പിക്കുന്ന ശബ്ദത്തോടുകൂടി അവന്റെ കബറിലേക്ക് രണ്ട് മലക്കൾ വരികയാ. എങ്ങനെയാ വരുന്നത് അറിയണ്ടേ? ആ കബറുകൾ ഇങ്ങനെ ഉഴുതുമറിച്ചുകൊണ്ട് അതിന്റെ തേറ്റപ്പല്ലുകൾ കൊണ്ട് മാലാകമാണ് തേറ്റപ്പല്ലുകൾ കൊണ്ട് ആ കബർ ഉഴുതുമറിച്ചുകൊണ്ട് കബറിൽ നിന്ന് അതിന്റെ അടിഭാഗത്ത് നിന്ന് പുറത്തേക്ക് കടന്നു വരികയാ. എല്ലാ മലക്കളും വരുന്നത് കബറിൽ പല മലക്ക് റഹ്മത്തിന്റെ മലക്കൂരും റഹ്മാൻ എന്ന മലക്കൂരും എല്ലാ മലക്കളും എന്ന കബറിന്റെ സൈഡിലൂടെ. പക്ഷെ ഈ മലക്ക് വരുന്ന കബറിന്റെ അടിഭാഗത്ത് അതിന്റെ പല്ലുകൾ കൊണ്ട് ഇങ്ങനെ ഉഴുതു മറിച്ചുകൊണ്ട് കബറിനകത്തേക്ക് കടന്നു വരികയാണ്. വന്നിട്ട് ചോദിക്കും മൻ റബ്ബുക. ചോദ്യമാണ് മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക. നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ഇമാമ, നിന്റെ ഖിബ്ല ഏതാണ്? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വല്ലാത്തൊരു അവസ്ഥയാണ് ഖബറിന്റെ അവസ്ഥ. ഖബറിന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാ. ഖബറിനെ കുറിച്ച് പറയാനത് ഞെരുക്കവും ആ ഖബറിന്റെ ഭീകരമാകുന്ന രംഗങ്ങളും ഒക്കെ ചർച്ച ചെയ്താല് അതിന് എനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗമെല്ലാം വിടുന്നത്. ക്ഷമിക്കണം, വിഷയത്തിന്റെ ആ കുറവ് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം എന്ന് അറിയിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാർ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആർക്കാണ് ആ മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് അല്ലാഹുവേ എന്റെ റബ്ബ് അല്ലാഹു ആണ്, എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, എന്റെ ദീൻ ഇസ്ലാം ദീനാണ്, എന്റെ ഇമാം വിശുദ്ധ ഖുർആനാണ്, എന്റെ ഖിബ്ല വിശുദ്ധമായ കഅബയാണ് എന്നൊക്കെ പറയാൻ ഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് ഭാഗ്യം ലഭിക്കുന്ന കൂട്ടരെ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ. ശിക്ഷയുടെ മലക്കൾ അവന്റെ തലഭാഗത്തോടെ വരും. ഖബറിലേക്ക് അവന്റെ ശിക്ഷയുടെ മലക്കൾ തലഭാഗത്തേക്ക് വരുമ്പോൾ ആ തലഭാഗത്ത് വന്നിരിക്കുന്നു ആരാം? കാവലിന്റെ മലക്കൾ, സംരക്ഷണത്തിന്റെ മലക്കൾ. അവിടെ ഇരിക്കുന്നവന്റെ നമസ്കാരം ആ മലക്കുടെ ഭാഗത്തായിട്ട് അവന്റെ നമസ്കാരം ഇരിക്കണം. തലഭാഗത്ത് നമസ്കാരം ഇരുന്നിട്ട് പറയും നിനക്ക് ഇങ്ങോട്ട് പ്രവേശനമേ ഇല്ല. ശിക്ഷയുടെ മലക്കളോട് പറയും നിനക്ക് ഇങ്ങോട്ട് പ്രവേശനമേ ഇല്ല. ഖബറിൽ നമുക്ക് ഭാഗ്യം കിട്ടുന്ന, ഖബറിലെ ഭാഗ്യവാൻ, ഖബറിലെ സന്തോഷത്തോടുകൂടി നല്ല പ്രകാശത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഖബറിൽ കിടക്കാൻ ഭാഗ്യം കിട്ടിയ വിഭാഗം എന്ന് പറയുന്നത് 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഖബറിൽ വിശ്വാസപരമാകുന്ന ചോദ്യം കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഖബറിൽ ചോദിക്കുന്ന ചോദ്യവും നമസ്കാരത്തെ കുറിച്ചാണ്. നാളെ മഹ്ശറിൽ ചെന്നാലോ അവിടെയും ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ്. ഇതിനേക്കാൾ ഒരു ശ്രേഷ്ഠമായ അമൽ അല്ലാഹു തആല ഈ ലോകത്ത് വെച്ചിട്ടില്ല. നമസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമൽ അല്ലാഹു തആല ലോകത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്ന് പറഞ്ഞത്. നമസ്കാരം കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇതാ ഒരു വിഭാഗം ആളുകളെ കാണുകയാണ്. എങ്ങനെയാ കാണുന്നത് എന്നറിയണ്ടേ? മാലാഖമാര് വലിയ കല്ലുകൊണ്ട് തലയെറിഞ്ഞ് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകളാ. ഏറുകൊണ്ടുകൊണ്ട് തലകൾ ഇങ്ങനെ ചിതറി പോകുകയാണ്.
തലകൾ ഇങ്ങനെ ചെതറിപ്പോവുകയാണ്. അല്ലാഹ് വീണ്ടും അവന്റെ തല നേരെയായ വരികയാ. വീണ്ടും ഏറുകൊണ്ട് മാലാഖമാരി എറിയുമ്പോ ഏറുകൊണ്ട് തലകളെല്ലാം ചെതറിപ്പോവുകയാ. വീണ്ടും അവന്റെ തലകൾ നേരെയാകുകയാണ്. ഇത് കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹൗലായി യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലേ ഇതാരാണ് ജിബ്രീൽ? ഇതെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാ, എന്ത് കുറ്റം ചെയ്തതിന്റെ പേരിലാ ഇത്രത്തോളം ഭീകരമാകുന്ന ശിക്ഷകൾ അവർ അനുഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത മറുപടി, യാ റസൂലല്ലാഹ് ഹൗലായി തസാഖലത റൂസു അനി സ്വലാത്തിൽ മക്തൂബാ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവരാ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവരാ അവർക്ക് ഭീകരമാകുന്ന ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഇത്രയും ഭീകരമാകുന്ന ശിക്ഷ അനുഭവിക്കേണ്ടുന്ന ഒരു സന്ദർഭം ഉള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണസമയത്ത് പോലും പറഞ്ഞത്. അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ടിന്റെ ഹദീസ് നമുക്ക് കാണാം. മരണസമയത്ത് പോലും പ്രവാചകൻ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. പ്രവാചകന്റെ മുമ്പിലേക്ക് സ്വർഗ്ഗം തുറക്കപ്പെടുന്നു, റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്നു. ലക്ഷക്കണക്കിന് മാലാഖമാര് പ്രവാചകന്റെ ഓരത്തിരിക്കുന്നു. പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തേ ഈ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് പോയാൽ പോരെ, എന്തിനാ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അല്ല, എനിക്ക് മാത്രം സ്വർഗ്ഗത്തിൽ പോയാൽ പോരാ, എനിക്ക് മാത്രം സ്വർഗ്ഗത്തിൽ പോയാൽ പോരാ. ഇതാണ് പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിന്ത. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകൾ ചലിക്കുകയാ. മഹാനായ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകൾ ചലിക്കുകയാണ്. ശബ്ദം നല്ലതുപോലെ പുറത്തേക്ക് വരുന്നില്ല, മരണത്തിനോട് അടുത്ത് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരുമ്പോ എന്താണ് ആയിഷ ബീവി ചെവി വെച്ച് കേൾക്കുമ്പോ എന്താ പറയുന്നതെന്നറിയണ്ടേ? യാ സ്വഹാബാ ഉസീകും ബിസ്സലാഹ്, യാ സ്വഹാബാ യാ ഉമ്മത്തി ഉസീകും ബിസ്സലാഹ്, ഇത്തഖുല്ലാഹ ബിസ്സലാഹ്. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കണേ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം പോലെ ഉമ്മത്തിനോട് വസിയത്ത് ചെയ്ത ലോകത്തിന്റെ ഗുരുവേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമസ്കാരമില്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാൻ സാധ്യമല്ല, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. എത്ര വർഷാവർഷം ഉംറ ചെയ്താൽ, വർഷാവർഷം ഹജ്ജ് ചെയ്താൽ, എന്തെല്ലാം റിലീഫ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാലും, എന്തെല്ലാം ധർമ്മങ്ങൾ ചെയ്താലും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമസ്കാരമില്ലേ? വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലി ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. നമ്മുടെ സർവ്വ അമാലുകൾ ചിതറിയ ധൂളികളെ പോലെ റഹ്മാനായ റബ്ബാക്കി കളയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ ബയ്യനല്ലാഹു അസ്സ വജൽ. അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നിസ്കാരമില്ലാതെ എന്ത് അമാല് ചെയ്താലും അല്ലാഹു ഒന്നും സ്വീകരിക്കാൻ പോകുന്നില്ല, അല്ലാഹു ഒന്നും കബൂലാക്കാൻ പോകുന്നില്ല. നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മഹ്ശറയിലേക്ക് വരുമ്പോ അല്ലാഹു പറയും, എനിക്ക് വേണ്ടി ഒരു സുജൂദ് ചെയ്യുക. എല്ലാവരും ഒന്ന് സുജൂദ് ചെയ്തേ അല്ലാഹു മുമ്പിലേക്ക്. അല്ലാഹു പറയും, ഈ ദുനിയാവിൽ എല്ലാവരും സുജൂദ് ചെയ്തവരാ, ഇനി എനിക്ക് ഒരു സുജൂദും കൂടെ ചെയ്താൽ മതി മഹ്ശറയിൽ. ഇനി ഒരു സുജൂദ് നിങ്ങൾക്കില്ല. സുജൂദ് ആർക്കെല്ലാം ചെയ്യാൻ ഇവിടെ കഴിയുമോ അവർക്കെല്ലാം സ്വർഗം, ആർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ലയോ അവർക്കെല്ലാം നരകം. അല്ലാഹു തആല വിളിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദ് ഫലാ യസ്തതിഊൻ ഖാശിയതൻ അബ്സാറുഹും തർഹഖും ദില്ലാഹ വഖദ് കാനൂ യുദഊന ഇല സുജൂദ് വഹും സാലിമൂൻ.
യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദ്. നാളെ മഹ്ശറിൽ അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ വിളിക്കുകയാ. അല്ലാഹു സുജൂദ് ചെയ്യാൻ വിളിക്കുമ്പോ ഒരു ഭാഗം ആളുകൾ സുജൂദിലേക്ക് വീഴുകയാ, ഒരു ഭാഗം ആളുകൾ റഹ്മാനായ റബ്ബിന്റെ മുമ്പിലേക്ക് സുജൂദിലേക്ക് വീഴുമ്പോ ഫലാ യസ്തതിഊൻ. ഒരു ഭാഗം ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. അവന്റെ നടുവളയുന്നില്ല, കാല് വളയുന്നില്ല, ശിരസ് കുരിയുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഖാശിയത്തൻ അബ്സാറു തർഹഖും ദില്ലാ. അവന്റെ മുഖമെല്ലാം നിന്ദ്യമായ കറുത്ത് കരിവാളിച്ച മുഖത്തോടുകൂടി തലകുനിച്ചുകൊണ്ട് മനുഷ്യരെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു ഭാഗം ആളുകൾ സുജൂദിൽ കിടക്കുമ്പോ അവൻ സുജൂദ് ചെയ്യാൻ ഒരുങ്ങുകയാ. അവൻ സുജൂദ് ചെയ്യാൻ ഒരുപാട് പരിശ്രമിക്കുകയാ. പക്ഷെ അവന് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. അവന്റെ നടുവളഞ്ഞു പോകുന്നില്ല, അവന്റെ കാല് വളയുന്നില്ല, അവന്റെ പിരടി കുനിഞ്ഞു പോകുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അവരെ സുജൂദ് ചെയ്യാൻ വിളിച്ചതാ ദുനിയാവിൽ വെച്ച്. എന്തുകൊണ്ട് അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല? പള്ളി മിനാരത്തിലൂടെ ബാങ്കിന്റെ ശബ്ദം കേട്ടപ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ എത്രയോ സുന്ദരമായ നമസ്കാരത്തിലേക്ക് കടന്നു വരുവി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി മിനാരത്തിലൂടെ ബാങ്കിന്റെ ശബ്ദം കേട്ടപ്പോ നീ നമസ്കരിക്കാതെ സുഖമായ പുതപ്പ് മൂടി കിടന്നുറങ്ങിയവനാ. എല്ലാ ദിവസവും ആ കാലത്ത് എഴുന്നേറ്റ് അരമണിക്കൂർ ഓടണമെന്ന് പറഞ്ഞപ്പോ, അരമണിക്കൂർ നടക്കണമെന്ന് പറഞ്ഞപ്പോ നിന്റെ ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറയ്ക്കാ, നിന്റെ ശരീരത്തിന്റെ കൊഴുപ്പ് കുറയ്ക്കാ, നിന്റെ ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടി എല്ലാ ദിവസവും അരമണിക്കൂർ ഓടണമെന്ന് പറഞ്ഞപ്പോ നീ കാലത്തെ എഴുന്നേറ്റ് പ്രിയപ്പെട്ട ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട്, ഭർത്താവിന്റെ കൈപിടിച്ചുകൊണ്ട്, കൂട്ടുകാരോട് ലെഫ്റ്റ് റൈറ്റ് അടിച്ചുകൊണ്ട് പള്ളിയുടെ മുന്നിലൂടെ പാവങ്ങളാകും ആളുകളെ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ ഓടിയവനാ. അവൻ പള്ളിയിലേക്ക് കടന്നുകൊണ്ട് നമസ്കരിച്ചില്ല, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നുകൊണ്ട് നമസ്കരിച്ചില്ല. അവൻ സുഖമായി കിടന്നുറങ്ങിയവനാ, സുഖമായി ഉലാത്തിക്കൊണ്ട് നടന്നവനാ. പാതിരാത്രി മുഴുവൻ സിനിമ കണ്ട് സീരിയൽ കണ്ടിട്ട് പാതിരാത്രി കിടന്നിട്ട് നേരം വെളുത്ത് സുബഹിക്ക് പോലെ എഴുന്നേൽക്കാറ് ത്രിവിൽക്കോട്ടിന്റെ കട്ടിനകത്ത് മനോഹരമായ മെത്ത വിരിച്ചിട്ട് അതിന്റെ പുറത്ത് ബ്ലാങ്കറ്റ് വിരിച്ച് പോരാ വീണ്ടും വിരിപ്പ് വിരിച്ചിട്ട് സുഖമായി ഏസിയിട്ട് കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയലെല്ലാം കണ്ട് റിയാലിറ്റി ഷോ കണ്ട് ഓരോരോ പരിപാടി കണ്ടിട്ട് സുഖമായി കിടന്നുറങ്ങുമ്പോ നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്നൊരു സന്ദർഭത്തിന് നിന്റെ കൈകാലുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സംസാരിക്കുന്ന ദിവസത്തില് നിന്റെ വായ്കളെ കൊണ്ട് റഹ്മാനായ റബ്ബ് ശീലിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിന്റെ കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോ, നമ്മുടെ കാലിനെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുമ്പോ, നമ്മുടെ കണ്ണിനെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുമ്പോ, നമ്മുടെ കാതിനെ കൊണ്ട് അല്ലാഹു സംസാരിപ്പിക്കുമ്പോ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കൊണ്ട് റഹ്മാനായ റബ്ബ് നാളെ സംസാരിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമുക്ക് മറുപടി പറയാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ, മറുപടി പറയാനുണ്ടോ? എന്തിനാ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? സുബഹിക്ക് പോലെ പള്ളിയിൽ വരാതെ കിടന്നുറങ്ങുന്നത് എന്തിനാ? പാതിരാത്രി എന്തിനാ കിടന്നുറങ്ങുന്നത്? നമുക്കുറങ്ങാനുള്ള കബറിലല്ലേ ഉമ്മ, നമുക്കുറങ്ങാനുള്ള കബറിലല്ലേ? ഇന്ന സലത്തിലൈഹി ഇന്ന ഫിൽ ഖബരി ഇന്ന സലത്തിലൈഹി ലറുഖാദൻ തൂലു ബഅദൽ മമാതി. നമുക്ക് മരണശേഷമല്ലേ ഖബറിലല്ലേ ഉറങ്ങാറുള്ളത്? ഈ ദുനിയാവിലാണോ ഉറങ്ങാറുള്ളത്? ഈ ദുനിയാവിലല്ല ഉറങ്ങാറുള്ള ഖബറിലാണ്. ഖബറിലാണ് നിന്റെ ഏറ്റവും വലിയ നീണ്ട ഉറക്കം വരാൻ പോകുന്നത്. ആ ഖബറിന്റെ ഉറക്കത്തിന്റെ സന്തോഷമല്ലേ നമുക്ക് ആവശ്യം? ഖബറിന്റെ ആനന്ദമല്ലേ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ആവശ്യം? മുൻകഴിഞ്ഞു പോയ മഹാന്മാര്, മുൻകഴിഞ്ഞു പോയ മഹദികള്, റാബിയത്തുൽ ബസരിയെ പോലെ, നബീസത്തുൽ ബസരിയെ പോലെ, ആയിഷ ബീവിയെ പോലെ, ഫാത്തിമ ബീവിയെ പോലെ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച എത്രയോ മഹദികളാ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച എത്രയോ മഹദികളാ. അവിടെ ജീവിതം എന്താണ് പ്രിയമുള്ളവരെ? ഇദാ മല്ലൈലു അളില മഖാബദുഹു ഫയുസ്ബിറു അൻഹു വഹും റുകൂഉ. പാതിരാത്രി ഇരുൾ
മുട്ടിക്കഴിഞ്ഞാൽ, പാതിരാത്രി ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഉറക്കമില്ല. അവരെഴുന്നേറ്റ് നമസ്കാരമാണ്, അവരെഴുന്നേറ്റ് റുകൂഇലാ, അവരെഴുന്നേറ്റ് സുജൂദിലാ. അവർക്ക് ഉറക്കമില്ല. പേടി അല്ലാഹുവിനെ കുറിച്ചാ, അവർക്ക് പേടി നാളെ മഹ്ശറെ കുറിച്ചാ, അവർക്ക് നാളെ പേടി നരകത്തെ കുറിച്ചാണ്. എന്റെ പ്രിയമുള്ളവരെ, അത്താറൽ ഖൗഫ് നൗമഹും ഫഖാമൂ വഹിലുൽ ലംനി ഫിദ്ദുനിയാ ഹുജൂ. അല്ലാഹുവിനെ പേടിയില്ലാത്തവര്, ഖബറിനെ പേടിയില്ലാത്തവര് സുഖമായി കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, ഖബറിനെ പേടിച്ചുകൊണ്ട്, മഹ്ശറെ പേടിച്ചുകൊണ്ട്, നരകത്തെ പേടിച്ചുകൊണ്ട് പാതിരാത്രി മുഴുവൻ നമസ്കാരത്തിൽ കഴിഞ്ഞുകൂടുന്ന മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇങ്ങനെ സീരിയൽ കണ്ട്, സിനിമ കണ്ട്, റിയാലിറ്റി ഷോ കണ്ട്, ഓരോ ഷോ കണ്ട് സുഖമായി ആനന്ദിച്ച് പൊട്ടിച്ചിരിച്ച് പാതിരാത്രി ഒരുപാട് സമയം കിടന്ന് കഴിഞ്ഞുറങ്ങിയിട്ട് നീ നേരം വെളുത്ത് പോലും എഴുന്നേൽക്കാതെ സൂര്യന്റെ ചൂട് ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നമുക്ക് രക്ഷ വേണ്ടേ ഖബറിലേക്ക്? നമുക്ക് ഖബറിൽ രക്ഷ വേണ്ടേ പ്രിയപ്പെട്ട ഉപ്പ? നമുക്ക് ഖബറിലേക്ക് ആരാ സഹായിക്കാനുള്ളത്? ആരാ ഖബറിലേക്ക് നമ്മെ രക്ഷപ്പെടുത്താനുള്ളത്? ഒരു ബന്ധങ്ങളോ സ്വന്തക്കാര്, കൂട്ടുകാര്, സഹോദരങ്ങൾ ആരുടെ സഹായമില്ലാതെ ഖബറിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോ ഈ ഖബറിനകത്ത് രക്ഷപ്പെടുത്താൻ ആരാണ് എന്റെ പ്രിയമുള്ളവരെ? ആരുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് രക്ഷ വേണം, ഖബറിൽ രക്ഷ വേണമെങ്കിൽ ഖബറിലെ ഭാഗ്യവാൻ എന്ന് പറയുന്നത് 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഖബറിൽ രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം, അല്ല ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തല. നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഖബറിൽ രക്ഷപ്പെടാൻ കഴിയും, അല്ലേ? ഖബറിന്റെ ഞെരുക്കം ആരെയാ ഖബർ ഞെരുക്കാത്ത? എല്ലാവരും ഞെരുക്കും. ഒരാളെ ഖബർ വിടൂല, ഒരാളെ പോലും ഖബർ വിടൂല, എല്ലാവരെയും ഖബർ ഞെരുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ഖബർ ഞെരുക്കാതെ ഇരിക്കുമായിരുന്നുവെങ്കിൽ ആരിയ്ക്കുമായിരുന്നു? അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ ഞെരുക്കാതിരിക്കുമായിരുന്നു. ആരാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു? ആരാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമഹ്തസ്സ അർശുല്ലാഹി മിൻ മൗതി ഖാലിഖി ലസമിഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ നബി അംരി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരാണ് സഅദ് ഇബ്നു മുആദ്? ആരുടെയെങ്കിലും മരണം കേട്ടിട്ട് അല്ലാഹുവിന്റെ അർശ് കിടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം കേട്ടിട്ടാ. വേറെ ആരും മരണം കേട്ടിട്ട് അല്ലാഹുവിന്റെ അർശ് പോലെ കിടുങ്ങി പോയിട്ടല്ല. എന്തിനാ അല്ലാഹുവിന്റെ അർശ് പോലെ കിടുങ്ങി പോയത്? പേടിച്ചിട്ടല്ല. ബിഖുദൂമി റൂഹിഹി, അല്ലാഹ് സഅദ് ഇബ്നു മുആദിന്റെ ആത്മാവ് സ്വീകരിക്കാൻ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മാവ് സ്വീകരിക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വല്ലാത്ത ആഗ്രഹം കൊണ്ടിട്ട് അല്ലാഹുവിന്റെ അർശ് പോലെ കിടകിടാ കിടങ്ങി പോകുകയാ. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുകയാ, ആകാശത്തിന്റെ കവാടങ്ങൾ പോലെ തുറക്കപ്പെടുകയാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആത്മാവ് സ്വീകരിക്കാൻ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുകയാ. ഇത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട സഅദ് ഇബ്നു മുആദ് മരണപ്പെട്ട് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇതാ സഹാബത്തുമായിട്ട് സഅദിന്റെ മയ്യത്തുമായ ശ്മശാനത്തിലേക്ക് നീങ്ങുകയാ. മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുമ്പോ അല്ലാഹ് ഇതാ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കാലിന്റെ വിരൽ കുത്തിക്കൊണ്ട് നടക്കുകയാ. പതിവിന് വിപരീതമായ പൊന്നാര നബിതങ്ങൾ കാലിന്റെ വിരൽ കുത്തിക്കൊണ്ട് നടക്കുന്ന കണ്ടിട്ട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ അങ്ങ് പതിവിന് വിപരീതമായി കാലിന്റെ വിരൽ കുത്തിക്കൊണ്ട് നടന്നു പോകുന്നത്? അങ്ങ് കാലിന്റെ വിരൽ മാത്രം ഇങ്ങ് കുത്തിക്കൊണ്ട് നടക്കാ, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, യാ സഹാബാ,
ഈ സഅദ് ബിൻ മുആദിന്റെ മയ്യത്തുമായി നടന്നു പോകുമ്പോ ഷഹിദ ജനാസത്തുഹു 70000 മിനൽ മലായിക 70000 മലക്കൾ വാനലോകത്ത് നിന്ന് 70000 മലക്കൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുന്നതായി കണ്ടുപോയ സഹാബ ഈ സഅദിന്റെ മയ്യത്തിന്റെ ഓരത്തോടെ ഈ സഅദിനെ അനുഗമിച്ചുകൊണ്ട് 70000 മലക്കൾ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോ എവിടെ ചവിട്ടിയാലും മലക്കളുടെ ശരീരത്താകുമോ എവിടെ ചവിട്ടിയാലും മലക്കളുടെ ശരീരത്താകുമോ ഇത് പേടിച്ചിട്ടാണ് ഞാൻ കാലിന്റെ വിരൽ കുത്തിക്കൊണ്ട് നടന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുമ്പോ ആ നബി തങ്ങളാ പറഞ്ഞത് ആരെ ഖബറിലെ കൊണ്ടുവച്ചാൽ എല്ലാവരും ഖബർ ഞെരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുത്തുമായിരുന്നുവെങ്കിൽ അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ അല്ലാഹു ഞെരിക്കില്ലായിരുന്നു സഹാബ. ജനിച്ചു വീണ കുട്ടി മരിച്ചാലും ആ കുട്ടിയെ കൊണ്ട് ഖബറിൽ വെച്ചാലും ഖബർ ഇന്ന് ജനിച്ച് ഇന്ന് തന്നെ മരിച്ചു എന്ത് പാവം ചെയ്തു? ഒരു പാവം ചെയ്തിട്ടില്ല. ആ കുട്ടിയെ ഖബറിൽ കൊണ്ട് വെച്ചാലും ഖബർ ഞെരിക്കും. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അങ്ങയുടെ മകൻ ഖാസിം എന്ന് പറയുന്ന മകൻ, അങ്ങയുടെ ഖാസിം എന്ന് പറയുന്ന മകൻ കുഞ്ഞിലെ മരിച്ചുപോയ ആ മകനെ ഖബർ ഞെരിക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖാസിം പോയിട്ട് അതിനേക്കാൾ ചെറുപ്രായത്തിലേ മരിച്ചുപോയ എന്റെ പൊന്നാര മകനായ ഇബ്രാഹിമില്ലേ, ആ ഇബ്രാഹിമിനെ പോലെ ഖബർ വിട്ടിട്ടില്ലല്ലോ. ആ ഇബ്രാഹിമിനെ പോലെ ഖബർ ഞെരിക്കുകയാണ് എന്റെ പൊന്നാര മകള് സൈനബ് റളിയല്ലാഹു തആല അൻഹു. സഹാബത്ത് പറയുകയാണ്, അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാ, തന്റെ പൊന്നാര നബി തങ്ങളുടെ മകള് സൈനബ് റളിയല്ലാഹു തആല അൻഹു മരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ ചുമന്നതാ ഖബറിന്റെ ഉള്ളിലേക്ക് വെക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വജലസ ഇൻദൽ ഖബരി, പൊന്നാര നബി തങ്ങളുടേതാ ഖബറിന്റെ ഓരത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ ഖബറിന്റെ ഓരത്തേക്ക് പൊന്നാര നബി തങ്ങൾ ഇരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ സഹാബത്ത് പറയുകയാണ്, ഫതറബ്ബദ വജ്ഹു സുമ്മ സറാ അൻഹു. ഞങ്ങൾ നോക്കുമ്പോ പൊന്നാര നബി തങ്ങളുടെ മുഖം ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ട് വരികയാണ്. അല്പനേരം കഴിഞ്ഞപ്പോ നബി തങ്ങളുടെ മുഖത്ത് പുഞ്ചിരി പ്രത്യക്ഷപ്പെടുകയാ. ആദ്യം പൊന്നാര നബി തങ്ങളുടെ മുഖം ഇതാ വിവർണമാകുകയാ. പൊന്നാര നബി തങ്ങളുടെ മുഖം വിവർണമായിട്ട് പെട്ടെന്ന് നബി തങ്ങളുടെ മുഖത്ത് സന്തോഷം കടന്നു വന്ന് കണ്ടപ്പോ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് റഅയ്നാഹു യാ റസൂലല്ലാഹ്. ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങയുടെ മുഖം ആദ്യം സങ്കടം കടന്നു വരികയാ. ആദ്യം അങ്ങയുടെ കണ്ണുകൾ നിറയുകയാ. ആദ്യം അങ്ങയുടെ മുഖത്തേക്ക് ദുഃഖം നിറഞ്ഞു വരികയാ. അല്പനേരം കഴിഞ്ഞപ്പോ അങ്ങയുടെ മുഖത്ത് ഇങ്ങനെ സന്തോഷം പ്രകടമാകാ. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ ദക്കറത്തു ബിനതി വളഅഫഹാ, എന്റെ പൊന്നുമോളെ കുറിച്ച് ഞാൻ ഓർത്തുപോയി സഹാബാ. എന്റെ പൊന്നാര പൊന്നുമോള് സൈനബിനെ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചപ്പോ ഈ ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച് ഞാൻ ഓർത്തുപോയി സഹാബാ. എന്റെ പൊന്നുമോളെ ഖബറിലേക്ക് വെക്കുമ്പോ എന്റെ പൊന്നുമോളെ ശരീരങ്ങളെ ഞെരുക്കുന്ന രംഗം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോ അല്ലാ എന്റെ മനസ്സെനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പോയി സഹാബാ. എന്റെ മുഖങ്ങളിതാ വല്ലാത്ത സങ്കടം നിറഞ്ഞു പോയി. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ലഖദ് ലമ്മത്ത് ലമ്മാ, ലഖദ് ലമ്മത്ത് ലമ്മാ, ഞാൻ അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നുമോടെ ഖബർ അല്ലാഹു അങ്ങ് ഞെരിക്കുകയാ. എന്റെ പൊന്നുമോടെ ഖബർ അല്ലാഹു ഞെരിക്കുകയാ. ലാ സമിഅ സൗതഹാ മാ ബൈനൽ ഖാഫികൈ. എന്റെ പൊന്നുമോളെ ഖബർ അങ്ങോട്ട് ഞെരുക്കിയപ്പോ ഞെരുക്കലിന്റെ ശബ്ദം കിഴക്ക് പടിഞ്ഞാറുള്ള സർവരും കേട്ടുപോയ സഹാബാ, സർവരും കേട്ടുപോയ സഹാബാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇതാണ് എന്റെ സഹാബത്തിനോട് നബി തങ്ങൾ പറയുകയാ, ഇതാണ് എന്റെ മുഖത്തേക്കാൾ ദുഃഖം നിറയാനുള്ള കാരണം. അല്പനേരം കഴിഞ്ഞപ്പോ എന്റെ പൊന്നാര പൊന്നുമോടെ ഖബർ അല്ലാഹു വിശാലമാക്കുകയാ. ഇത് കണ്ടപ്പോൾ എന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു വരികയാണ്.
സന്തോഷം നിറഞ്ഞു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കാനുള്ളത് എല്ലാവരെയും ഖബർ ഞെരിക്കും. ഒരാളെ വിളിച്ച് ആരാണത്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അവരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഖബർ ഞെരിക്കും, ആരും വിടൂല. ആരാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല അൻഹ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമ്മയാണ്. നബി തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു പോയി, ചെറുപ്രായത്തിലേ മരിച്ചു, 6ാമത്തെ വയസ്സ് മരിച്ചു. ഉപ്പാന്റെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചില്ല, അല്ലേ? പിന്നെ വളർത്തിയത് ഫാത്തിമ, ഈ ആമിന ബി റളിയല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചത് തന്റെ മൂത്താപ്പാടെ ഭാര്യയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല എന്നെ കയ്യിലാണ്. ഏത് ഫാത്തിമയാണ്? നബി തങ്ങളുടെ മകൾ ഫാത്തിമയല്ല, നബി തങ്ങളുടെ മരുമകൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു തആല, അബൂ താലിബിന്റെ ഭാര്യ. അവരെ ഖബർ മാത്രം അല്ലാഹു ഞെരുക്കിയിട്ടില്ല, ഞെരുക്കത്തുമില്ല. കാരണം എന്താ? ഫാത്തിമ ബിൻത് അസദ് തന്റെ വളർത്തുമ്മ മരണപ്പെട്ടു പോവുകയാണ്. തന്റെ വളർത്തുമ്മ മരണപ്പെട്ടു പോയി. ഈ ഉമ്മാന്റെ ജനാസയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നടന്നു പോകും. തന്റെ പ്രിയപ്പെട്ട വളർത്തുമ്മ, തന്റെ താങ്ങും തണലുമായിരുന്ന ശത്രുക്കൾക്ക് സംരക്ഷണം നൽകിയ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചു കിടക്കുന്നു. ഉമ്മാരെ മയ്യത്തുമായിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഒരു വെപ്രാളം തന്നെ പ്രവാചകന്. ചിലപ്പോൾ മുൻപ് ഈ മയ്യത്തിന് മുന്നിൽ വരും, ചിലപ്പോ പിന്നിൽ വരും, ചിലപ്പോ മധ്യത്ത് പോകും. ഒരു വെപ്രാളം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മാന്റെ മയ്യത്തുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോവുകയാ. ഇങ്ങനെ നടന്നുപോയ ഖബറിന്റെ ഓരത്തേക്ക് മയ്യത്ത് കൊണ്ട് വെക്കുകയാണ്. ആ ഉമ്മാന് വേണ്ടി കുഴിക്കപ്പെട്ട ഖബറിന്റെ ഓരത്തേക്ക് മയ്യത്തിനെ കൊണ്ടുവച്ചിട്ട് പതിവിന് വിപരീതമായ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതാ ഖബറിലേക്ക് ഇറങ്ങുകയാ. പൊന്നാര നബി തങ്ങൾ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് നസാ ഖമീസഹു, പൊന്നാര നബി തങ്ങളുടെ ഖമീസ് അങ്ങോട്ട് ഊരുകയാ. അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന ഖമീസ് അങ്ങോട്ട് ഊരിയിട്ട് ഫതമഅക ഫീ വജ്ഹിഹാ ഫതമഅക ഫീ ഖബരിഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഇതാ പച്ചയായ ശരീരം ആ ഖബറിന്റെ മണ്ണിലേക്ക് ഇങ്ങനെ കിടന്നു ഉരുളുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖമീസ് ഊരിയിട്ട് ആ ഖബറിൽ കിടന്നിട്ട് പൊന്നാര നബി തങ്ങൾ ഉരുളുകയാണ്. ഉരുണ്ടിട്ട് ആ ഖബറിൽ കിടന്നുകൊണ്ട് ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി. പഠിച്ചവരെ, എന്റെ ഉമ്മാക്ക് ശേഷം എനിക്ക് ഉമ്മയായ വന്ന ഉമ്മയാണല്ലാ. എനിക്ക് നല്ല നറുമണം വരുത്തുന്ന അത്ര പുരട്ടി തന്ന, എനിക്ക് നല്ല വസ്ത്രങ്ങൾ കഴുകി തന്ന, എനിക്ക് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു തന്ന, എന്റെ വായിലേക്ക് ഭക്ഷണങ്ങൾ വാരി വെച്ച് തന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ലോ. എന്റെ ഉമ്മാന്റെ ഖബർ നീ ഞെരുക്കല്ല റബ്ബേ, എന്റെ ഉമ്മാന്റെ ഖബർ നീ ഞെരുക്കല്ലല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാ. ഈ ദുആയുടെ കാരണമായി തന്റെ പ്രിയപ്പെട്ട വളർത്തുമ്മയായ ഫാത്തിമ ബിൻത് അസദിന്റെ ഖബർ അല്ലാഹു ഞെരുക്കിയിട്ടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഭാഗ്യം കിട്ടിയത് ഒരു പെണ്ണിനാണ്. ഈ ഒരു ഭാഗ്യം കിട്ടിയതിന്റെ ഉമ്മ ഒരു പെണ്ണിനാണ്. അലി റളിയല്ലാഹു തആലന് കിട്ടിയില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് കിട്ടിയില്ല, അതുപോലെ ഉമർ റളിയല്ലാഹു തആലന് കിട്ടിയില്ല, ഉസ്മാൻ റളിയല്ലാഹു തആലന് കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. ഈ ഭാഗ്യം ലഭിച്ചത് മഹാനായ മഹദിയായ ഫാത്തിമ ബിൻത് അസദ് എന്ന് പറയുന്ന ഒരു പെണ്ണിനാണ്. ഒരു പെണ്ണ് ഉയർന്നാൽ എത്രത്തോളം ഒരു പുരുഷന് പോലും ആ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല. അല്ലാഹു തആല നമ്മെല്ലാം നല്ല ഉമ്മമാരാക്കി, സ്ത്രീകളാക്കി, സഹോദരന്മാരാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരൻ, ഇതാണ് ഖബറിന്റെ അവസ്ഥ. ഈ ഖബർ എല്ലാവരും ഞെരുക്കും. ഈ ഞെരുക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഞെരുക്കം മാറി വിശാലതയുള്ള ഒരു ഖബർ, 70 മുഴം വിശാലത നമ്മുടെ ഖബറിന് വേണമെങ്കിൽ, സ്വർഗത്തിന്റെ പ്രകാശം നമ്മുടെ ഖബറിലേക്ക് വേണമെങ്കിൽ, സ്വർഗത്തിന്റെ ആനന്ദം നമ്മുടെ ഖബറിലേക്ക് വീഴണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് ചെയ്യാനുള്ള പണി അല്ലാ യത്തബിയ ഹവാ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്തലാണ്. നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്. കള്ളു കുടിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയാണ്. മോശമാകുന്ന ഇച്ഛകളെ പിടിച്ചു നിർത്തണം. കള്ളു കുടിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയാണ്. അതുപോലെ തന്നെ വ്യഭിചരിക്കൽ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയാണ്.
അന്യ സ്ത്രീകളുമായി സംസാരിക്കുക, അന്യ പുരുഷന്മാരുമായി സമയം ചെലവഴിക്കുക, സംസാരിക്കുക, പാതിരാത്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവിനോട് സംസാരിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് വേറെ നമ്പർ, നമ്മുടെ കസ്റ്റമറിന് വേറെ നമ്പർ. ഇങ്ങനെ ശരീരത്തിന്റെ ഇച്ഛകളാണ്. മറ്റു ആളുകളുമായി സംസാരിക്കുക, അന്യ സ്ത്രീ പുരുഷന്മാരുമായി ബന്ധപ്പെടുക, കള്ളു കുടിക്കുക, വ്യഭിചരിക്കുക, ചൂത് കളിക്കുക, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളാണ്. ഈ ഇച്ഛകളൊക്കെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ വിശാലത ഉണ്ടാകും. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഇച്ഛയാണ് പണം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? എല്ലാവർക്കും പണം, അത് എങ്ങനെയായാലും പണം ഉണ്ടാക്കണം. ആരെ കൊന്നാലും പണം ഉണ്ടാക്കണം. ആരെ കൊള്ളയടിച്ചാലും, അത് ഒരു ഗ്രാമം കൊള്ളയടിച്ചാലും, രാജ്യം കൊള്ളയടിച്ചാലും, ലോകം കൊള്ളയടിച്ചാലും, ആരല്ല എത്തിങ്ങാനിലാക്കിയ നമുക്ക് പണം ഉണ്ടാക്കണം. ഇതാണ് ലക്ഷ്യം. ഗൾഫിൽ പോവുക, അവിടെ അറബി എത്തിങ്ങാനിലാക്കിയിട്ട് ഇങ്ങോട്ട് വരിക. അവിടെ പോയി നല്ല ജോലിയാണ്. അറബിയെ പാവപ്പെട്ടവൻ അവൻ വിശ്വസിച്ചേൽപ്പിച്ച കച്ചവട സ്ഥാപനങ്ങൾ അവനെ വഞ്ചിക്കുക. ഇപ്പൊ ആ പണി നടക്കത്തില്ല. ഇപ്പൊ കുറച്ചൊക്കെ അറബികളും കള്ളം പഠിച്ചു. നമ്മളെ മലയാളികളെ കണ്ടിട്ട് അവരും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മ വേണമെങ്കിൽ എത്തിക്കാനില്ല, അവിടെ ഇവിടെ ഒരു കടയിൽ നിർത്തിയാലോ അവിടെയും പൊക്കുക. പിന്നെ പണം ഉണ്ടാക്കുക പലിശയോടെ ആയിരുന്നാൽ ഏത് തരത്തിലാണ് പണം ഉണ്ടാക്കുക നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാർ, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുന്ന ദുആ എന്തേ ദുആ സ്വീകരിക്കാത്ത എന്തേ? എത്രയോ വർഷം കൊണ്ട് നമ്മൾ ദുആ ചെയ്യും. നമ്മുടെ ജീവിതത്തിന് തുടക്കം മുതൽ അറിവ് വെച്ച കാലം മുതൽ നമ്മൾ എന്തെല്ലാം ദുആകൾ ചെയ്യുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പലസ്തീനു വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ജൂദായിസത്തിനെതിരെ ജൂദായിസം യഹൂദന്മാരെ പിടിച്ചു വെച്ചിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി എത്രയോ വർഷം കൊണ്ട് ദുആ ചെയ്യുന്നവരാണ്. എന്തേ അല്ലാഹു തആല നമ്മുടെ കരങ്ങളിലേക്ക് വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ ബൈത്തുൽ മുഖദ്ദസിനെ നമ്മുടെ കയ്യിലേക്ക് എന്തുകൊണ്ട് തരുന്നില്ല? എന്തേ തരാത്തത്? എന്തേ പരിശുദ്ധമായ പലസ്തീനിൽ ആ ജൂതന്മാരുടെ മോചനത്തിൽ തൊട്ട് അല്ലാഹു തആല രക്ഷ തരാത്തതെന്ത്? എന്തുകൊണ്ട് പലസ്തീനെതിരെ ശബ്ദിക്കുന്നവൻ വീണ്ടും വീണ്ടും വിജയിച്ചു വരുന്നു? എന്തുകൊണ്ട് ലോകം മുഴുവനും ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ എങ്ങനെ ശബ്ദമുയർത്തിയിട്ട് അവർക്കെതിരെ ദുആ ചെയ്തിട്ട് ലോക മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ട് എന്തുകൊണ്ടും അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല? വർഷങ്ങളോളമായിട്ട് ലോകം മുഴുവനും ഒരുമിച്ചിരുന്നിട്ട് ബാബരി മസ്ജിദിന് വേണ്ടി ദുആ ചെയ്തിട്ട് ഇന്ന് വരെ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കാൻ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുന്നില്ല? ലോകത്തിന്റെ നാനാഭൂലങ്ങളെ ശത്രുവിന്റെ അടിയേറ്റുകൊണ്ട് പേപ്പട്ടികളെ പോലെ തെരുവുകളിൽ കിടക്കുന്ന അവസ്ഥ വരുമ്പോൾ അരുതേ എന്ന് പറയാൻ പോലും കഴിയാതെ ഇളിഭ്യരായി നിന്നരായി പേപ്പട്ടികളെ പോലെ തെരുവുകളിൽ കിടന്ന് അടികൊള്ളുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തുകൊണ്ട് അവർക്കെതിരെയുള്ള ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല? എന്താ സ്വീകരിക്കാത്തത്? നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരണേ ദുആ ചെയ്യുന്നു, കട്ടപ്പാടുകൾ പ്രയാസങ്ങൾ മാറ്റിത്തരണേ ദുആ ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല? അതിന്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു പുരുഷനെ കുറിച്ച് നബി തങ്ങൾ പഠിപ്പിച്ചു. ഒരു പുരുഷനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു. ഏത് പുരുഷനാ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാ? ആകാശത്തേക്ക് അവന്റെ കൈ ഉയർത്തുകയാണ്. ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ റബ്ബി യാ റബ്ബി യാ റബ്ബി, ആകാശത്തെ സൃഷ്ടിച്ചവൻ നീയാണ് റബ്ബേ, എന്റെ സൃഷ്ടാവ് നീയാണല്ലാ, ലോകം മുഴുവനും പരിപാലിക്കുന്നവൻ നീയാണ് റബ്ബേ, എന്റെ വിഷമങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ദുആ ചെയ്യുകയാ. എന്തുകൊണ്ട് അവന്റെ ദുആ സ്വീകരിക്കുന്നില്ല? അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാ. വമതഅമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാ, അവന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹറാമാ, അവന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹറാമാ. വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളമോ ഹറാമാ, അവന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഹറാമാ, അവന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഹറാമാ. വമൽബസുഹു ഹറാം, അവൻ ധരിക്കുന്ന വസ്ത്രമോ ഹറാമാ, അവൻ ഓരോ സുന്ദരമായ വസ്ത്രങ്ങൾ ധരിക്കുകയാ. ഈ പണം എവിടെ നിന്ന് ചോദിച്ചാൽ അവന്റെ ഹറാമാകുന്ന സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടിയതാ, പലിശയിലൂടെ നേടിയെടുത്തതാ, കൊള്ള ലാഭങ്ങൾ നേടിയെടുത്തതാ, അതുപോലെ വഞ്ചനയിലൂടെ നേടിയെടുത്ത സമ്പത്തുകളാ. ഹറാമാകുന്ന വഴികളിലൂടെ സമ്പത്ത് നേടിയെടുത്തിട്ട് ആ സമ്പത്ത് കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, നീ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയാ. അവന്റെ
അവന്റെ ജീവിതം മുഴുവൻ ഹറാമ് കൊണ്ട് പൊതിയപ്പെട്ടിരിക്കയാ. അവൻ എങ്ങോട്ട് ചലിച്ചാൽ ഹറാമ് തന്നെയാ. അവൻ വെച്ചിരിക്കുന്ന വീട് പരിശോധിച്ചാൽ ഹറാമ് തന്നെയാ. അവൻ വെച്ചിരിക്കുന്ന വീട് പരിശോധിച്ചാൽ ഹറാമ് തന്നെയാണ്, ഹറാമ് തന്നെയാ. ലോൺ എടുത്തുകൊണ്ട് വെച്ച വീടുകളാണ് ഹറാമാ. ലോൺ എടുത്തുകൊണ്ട് മേടിച്ച വാഹനങ്ങളാ ഹറാമാ. അതുപോലെ അവന്റെ വസ്ത്രങ്ങൾ എടുത്തു നോക്കിയാൽ, അവന്റെ പറമ്പെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, അവന്റെ ആഭരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാ, അവന്റെ ഭാര്യ ഇട്ട് കൊണ്ടുപോകുന്ന വസ്ത്രം പരിശോധിച്ചാ, തന്റെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ കനികളാകുന്ന മക്കളുടെ വസ്ത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാ, എന്ത് പരിശോധിച്ചാലും മുഴുവൻ ഹറാമാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഫന്നാ യുസ്തജാബു ലിദാലിക്, പിന്നെങ്ങനെയാടോ നിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം തരുന്നത് എങ്ങനെയാ? ഹറാം ഒഴിവാക്കാൻ നിനക്ക് സാധിക്കുമോ? അറിയില്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ്? ആരാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്? അവ്വലു മൻ ആമന ബി അബൂബക്കർ വഅവ്വലു മൻ സദ്ദഖനി അബൂബക്കർ വഅവ്വലു മൻ സവ്വജനി അബൂബക്കർ വഅവ്വലു മൻ യുഹ്ശറു മഇ യൗമൽ ഖിയാമത്തി അബൂബക്കറും ഫിൽ ജന്ന. ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ച, ആദ്യമായിട്ട് നബിതങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഈ ഉമ്മത്തിൽ ആദ്യമായ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നിങ്ങൾക്കറിയോ? തന്റെ ജീവിതത്തിലേക്ക് ഒരു സംഭവം കടന്നു വരികയാ. തന്റെ പ്രിയപ്പെട്ട അടിമ ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുക്കുകയാണ്. തന്റെ അടിമ ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുക്കുകയാണ്. എല്ലാ ദിവസവും തന്റെ അടിമ പാല് കൊണ്ട് കൊടുക്കുമ്പോ ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ച് ഹറാമാണോ അതേ ഹലാലാണോ എന്ന് ചോദിച്ചിട്ട് അത് ഹറാമാണെങ്കിൽ അത് കഴിക്കാതെ തള്ളിക്കളയുന്ന മഹാനായ സിദ്ദീഖ് ഒരു ദിവസം തന്റെ അടിമ കുറച്ച് പാല് കൊണ്ട് കൊടുക്കുകയാണ്. പാതിരാത്രി സമയമാണ്. വിശന്ന പകല് മുഴുവനും ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ കുടിക്കാനൊന്നുമില്ലാതെ വല്ലാതെ പട്ടിണി കിടക്കുന്ന സിദ്ദീഖ് തങ്ങളാ. തന്റെ അടിമ കുറച്ച് പാല് കൊണ്ട് കൊടുക്കുമ്പോ എവിടെ നിന്നാണെന്ന് പോലും ചോദിക്കാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മഹാനായ സിദ്ദീഖ് അക്ബർ ആ പാലങ്ങ് കുടിച്ചു പോവുകയാണ്. കുടിച്ചു തീർന്നപ്പോൾ അടിമ ചോദിക്കുകയാണ്, അല്ലയോ സിദ്ദീഖ് തങ്ങളെ, ഞങ്ങൾ അങ്ങക്ക് എന്തുകൊണ്ട് തന്നാൽ അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് മാത്രമാണല്ലോ താങ്കൾ കുടിക്കാറുള്ളത്. തങ്ങളെ ഇന്നെന്തുകൊണ്ട് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടില്ല, എവിടെ നിന്നാണെന്ന് താങ്കൾ എന്തുകൊണ്ട് ചോദിക്കാത്തതെന്ന് ചോദിക്കുമ്പോ മഹാനായ സിദ്ദീഖ് അക്ബർ പറയുകയാ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ചോദിക്കാ വിട്ടുപോയതാ. നീ എനിക്ക് ഹറാമ് തരില്ലെന്ന് എനിക്കറിയാമല്ലോ. വല്ല ഹറാമിന്റെ വഴികളാണോ എവിടെന്നാ നീ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോ അടിമ പറഞ്ഞു കൊടുക്കുകയാണ്, തങ്ങളെ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് ഒരു സമൂഹത്തിന്റെ മുന്നിലൂടെ പോകുകയാ. ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോ ആ ഗ്രാമത്തിൽ എനിക്ക് കൈനോട്ടം അറിയുന്ന ആളാ, ജാതകം നോക്കാൻ അറിയുന്ന ആളാ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എന്നെ ജാതകം നോക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ജാതകം നോക്കിക്കൊടുത്തു, കൈ നോക്കിക്കൊടുത്തു. അവരെനിക്കും പ്രതിഫലമായിട്ടൊന്നും തന്നിരുന്നില്ല. ഞാൻ ഇന്നലെ അതുവഴി നടന്നു പോകുമ്പോ അതിന് പകരമായി എനിക്കന്ന് തരാത്തതിന് പകരമായി ഇന്നെനിക്ക് കുറച്ച് പണം എനിക്ക് തരികയാണ്. ഇന്നലെ എനിക്ക് കുറച്ച് പണം തരികയാ. ആ സമ്പത്ത് കൊണ്ടാണ് അങ്ങക്ക് പാല് വാങ്ങി തന്നതെന്ന് മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് അടിമ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുള്ള പൊങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ സിദ്ദീഖ് അക്ബറിന്റെ അവസ്ഥ അറിയോ? മഹാനായ സിദ്ദീഖ് അക്ബറിന്റെ അവസ്ഥ അറിയോ? അല്ലാ അല്ലാ, എടാ നീ എന്നെ നരകത്തിലേക്ക് തള്ളിയിടുകയാണോ, നീ എന്നെ നരകത്തിലേക്ക് തള്ളിയിടുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഫദഖല അസാബിഅഹു ഫീ ജൗഫി വജഅല യഖീ, തന്റെ വിരലതാ തൊണ്ടയുടെ ഉള്ളിലേക്ക് കിടത്തുകയാ. തന്റെ വിരലതാ തൊണ്ടയുടെ ഉള്ളിലേക്ക് കിടത്തുകയാ. തൊണ്ടയുടെ ഉള്ളിലേക്ക് വിരലങ്ങോട്ട് കിടത്തിയിട്ട് അല്ലാ അല്ലാ ഛർദിക്കാൻ തുടങ്ങി. മഹാനായ സിദ്ദീഖ് അക്ബർ ഛർദിക്കുകയാണ്. ഛർദിച്ച് അപശ്ശരായി, ഛർദിച്ച് ബോധരഹിതനായി വീടുകയാ. അടുത്തുള്ളവരെല്ലാം ചിന്തിച്ചു പോയി, ഇതാ സിദ്ദീഖ് തങ്ങൾ മരണപ്പെട്ടു പോയോ, സിദ്ദീഖ് തങ്ങൾ മരണപ്പെട്ടു പോകുമോ? ആ തരത്തിൽ ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോകുകയാ, എല്ലാവരും പേടിച്ചു പോകുകയാ. മഹാനായ സിദ്ദീഖ് അക്ബർ അല്പനേരം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, റബ്ബേ,
اللهم اعتذر إليك يا ربي مما حملت الأروت وعالت പടച്ചവനെ എന്റെ കുടലുകൾ കുടിച്ചു പോയത് എനിക്ക് ഛർദിക്കാൻ സാധ്യമല്ലല്ലാ, അറിയാതെ കുടിച്ചു പോയതാണ് റബ്ബേ, ഞാൻ അറിഞ്ഞില്ല നാഥാ, ഞാൻ അറിഞ്ഞില്ല റബ്ബേ, അറിയാതെ കുടിച്ചു പോയതാണ് റബ്ബേ. അല്ലാഹുവേ ഞാൻ ഛർദിച്ചു അല്ലാ, ഞാൻ വേണ്ട പോലെ ഛർദിച്ചു റബ്ബേ, എനിക്ക് ഛർദിക്കാൻ കഴിയുന്ന മുഴുവൻ ഞാൻ ഛർദിച്ചു അല്ലാ. എന്റെ എല്ലുകളോട് ചേർന്ന് പോയത്, എന്റെ നരമ്പുകളോട് ചേർന്ന് പോയത്, എന്റെ രക്തത്തിനോട് ചേർന്ന് പോയത്, എന്റെ ആമാശയത്തിനോട് ചേർന്ന് പോയത് എനിക്ക് ഛർദിക്കാൻ സാധ്യമല്ലല്ലാ, എനിക്ക് ഛർദിക്കാൻ സാധ്യമല്ല റബ്ബേ. അതുകൊണ്ട് സാധുവായ എനിക്ക് നീ മാപ്പാക്കണേ അല്ലാ, എനിക്ക് പൊറുക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ ദുആ ചെയ്തു പോയെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഓരോരുത്തരും ചോദിക്കാൻ പറയുകയാണ്. നമ്മുടെ അവസ്ഥ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് എത്ര വേണം, എത്ര പണം ഉണ്ടാക്കണം, എത്ര പണം ഉണ്ടാക്കണം, ആ നിലയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്ര പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയാണ്, ഓടിക്കളിക്കുകയാണ്, എത്ര കിട്ടിയിട്ട് നമുക്ക് തികയുന്നില്ല. ഇങ്ങനെ പണം ഉണ്ടാക്കിയാൽ ഇവിടെ നല്ല വിശാലമായ വീട്, വിശാലമായ വാഹനം, വിശാലമായ ജീവിതം എല്ലാം ഉണ്ടാക്കും. പക്ഷെ ആഖിറ ഖബർ അത് ഞെരുക്കപ്പെടുന്ന അവസ്ഥയായിരിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഖബറിന്റെ വിശാലത, ഖബറിന്റെ ഭാഗ്യവാന്മാരിൽ മൂന്നാമത്തെ ഗുണമുള്ളത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവൻ. ഡിലേ കൂട്ടാനാ പറഞ്ഞു, കുറയ്ക്കാനല്ല. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരായിരിക്കണം. ഈ സമൂഹത്തിന്റെ, പ്രപഞ്ചത്തിലെ സമൂഹത്തിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ മാതാപിതാക്കളാണ്. പ്രപഞ്ചനാഥൻ അല്ലാഹുവാണ്, കുടുംബനാഥൻ മാതാപിതാക്കൾ. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുവിന് ഇബാദത്ത്, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ. അല്ലാഹുവിന് നമ്മൾ ചെയ്യാനുള്ള ഇബാദത്ത്, മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യാനുള്ളത് ഇഹ്സാൻ. ഇത് രണ്ടും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിൽ ക്രോഡീകരിച്ചു. ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രോഡീകരിച്ചിരിക്കുകയാണ്. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. വിശുദ്ധ ഖുർആൻ ആദ്യം വെച്ച് നടക്കുന്ന وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. അല്ലാഹുവിനോടല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല. നിങ്ങൾ ആരാധന ആരോടാണ്? അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല. വബിൽ വാലിദൈന ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുന്നവരായിരിക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വൃദ്ധരായ നിന്റെ മാതാപിതാക്കള്, അപ്പോ നീ നല്ല ആരോഗ്യവാനാ, നിനക്ക് സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവായി. എനിക്ക് നിന്റെ ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, ആരും വേണ്ട, എനിക്ക് സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവെത്തി. ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. നിന്റെ മാതാപിതാക്കളോട് ചെയ്യുന്ന പോലെ പറയാൻ പാടില്ല. നിന്റെ മാതാപിതാക്കളോട് ചെയ്യുന്ന പോലെ പറയരുതേ. വലാ തൻഹറുഹുമാ,
നിന്റെ മാതാപിതാക്കളോട് കയർത്ത് നീ സംസാരിക്കാൻ പാടില്ല. നിന്റെ മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കരുത്. വഹഫിദ് ലഹുമാ ജനാഹുല്ലി മിനർ റഹ്മാ, നീ അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുക. നീ കാരുണ്യത്തിന്റെ ചിറക് നിന്റെ മാതാപിതാക്കൾക്ക് വിരിച്ചു കൊടുക്കണേ. അവര് നടക്കാൻ കഴിയാത്തവരാ, അവർക്ക് ഓടാൻ കഴിയാത്തവരാ, ഒന്ന് നടന്ന റോട്ടിലേക്ക് നടന്നു പോകാൻ കഴിയാത്തവരാ, അവരെ കൈപിടിച്ചുകൊണ്ടൊന്ന് നടന്നു പോകാ. ഒന്ന് മിറ്റത്തിലൂടെ ഒന്ന് ഉലാത്ത അവരെ കൈപിടിച്ചുകൊണ്ട് റോഡെ ഒന്ന് നടന്നു കൊണ്ടുപോകാ. ഒന്ന് ടൂർ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാ. ഒന്ന് ചുമ്മാതെ ഒന്ന് വെറുതെ ഒന്ന് സർവീസിന് വേണ്ടി വാഹനത്തിൽ ഇരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണേ. എപ്പോഴും 5 നേര നമസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹ് അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. വിശുദ്ധ ഖുർആൻ എപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടായിരിക്കണം. ഇങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അപ്പോഴാണ് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയുന്നത്. നമുക്ക് വേണ്ടി പേരിട്ടവര്, നമുക്ക് വേണ്ടി നമുക്ക് പേരിട്ടവരാ, നമ്മുടെ ഒലിക്കുന്ന ചുണ്ടുകളിലേക്ക് ചുടുചുംബനം തന്നവരാ, മോണകാട്ടി ചിരിക്കാനും കൈകാട്ടി കരയാനുമുള്ള പ്രായത്തില് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു പോയ പ്രിയപ്പെട്ട ഉമ്മയാ, ഒരുപാട് വിഷമങ്ങൾ സഹിച്ചു പോയ പ്രിയപ്പെട്ട ഉപ്പയാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചത് കൊണ്ടാ അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച പ്രിയപ്പെട്ട ഉമ്മയാ, ഒരുപാട് യാതനകൾ സഹിച്ച പ്രിയപ്പെട്ട ഉപ്പയാ, ഒരുപാട് കഷ്ടപ്പാടുകൾ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയോട് അടുത്ത വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മയാ. പ്രസവിച്ച് കഴിഞ്ഞിട്ടോ ഞങ്ങൾക്ക് വേണ്ടി 2 വർഷക്കാലം മുലയൂട്ടി ഉമ്മ. വല്ലാതെ വേദന സഹിച്ചുകൊണ്ട് മാറിടത്തിലെ പാല് നീർന്നാൽ ഞങ്ങൾ പൊട്ടി കരയുമ്പോ, ഞങ്ങളെ എങ്ങനെ അടിച്ചുകൊണ്ട് കരയുമ്പോ കരച്ചില് മാറ്റാതെ വെറുതെ മാറിടത്തിലേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പാല് തന്ന ഉമ്മ. ആ വേദന സഹിച്ചുകൊണ്ട് രക്തം പോലും വരുന്ന സമയത്ത് പോലും ചുണ്ടുകൾ എടുത്ത് മാറ്റാതെ ഞങ്ങൾക്ക് വേണ്ടി വേദന സഹിച്ചുകൊണ്ട് അമ്മിഞ്ഞ പാല് തന്ന പ്രിയപ്പെട്ട ഉമ്മയില്ലേ, ആ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ആ ഉമ്മാക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിച്ച, ഇത്രത്തോളം വേദനകൾ അനുഭവിച്ചു പോയ, ഇത്രത്തോളം പ്രയാസം അനുഭവിച്ച ഒരു മാതാവ് ലോകത്താരാ? നിങ്ങളുടെ ഉമ്മാക്ക് പകരം വെക്കാ, നിങ്ങളുടെ ഉമ്മാക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് ഏതാണ്, ആരാണുള്ളത്? ആരും തന്നെ ഇല്ല ഈ ലോകത്ത് നിങ്ങളുടെ ഉമ്മാക്ക് പകരം വെക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാക്ക് പകരം വെക്കാൻ, ഉമ്മ തരുന്ന സ്നേഹത്തിന് പകരം ഈ ലോകത്ത് ഏത് സ്നേഹമാണ്, ഏത് സ്നേഹമാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയും ഛത്രാധിപതിയും ധിക്കാരിയുമായിരുന്ന ഫിർഔൻ തന്റെ അധികാരത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന, തന്റെ അധികാരം ധരിപ്പിക്കുന്ന ഒരു കുഞ്ഞ് ഇവിടെ ജന്മമെടുക്കാൻ പോകുന്നു എന്ന് ജ്യോത്സ്യന്മാര് പറഞ്ഞപ്പോ അവിടെ ജനിച്ചു വീഴുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ ഓർഡർ കൊടുക്കുകയാണ് ഫിർഔൻ. എല്ലാ ആൺകുട്ടികളെയും കൊല്ലുക, അങ്ങനെ കൊല്ലാനുള്ള ഓർഡർ കൊടുത്തു. ഫിർഔന്റെ പട്ടാളക്കാര്, പോലീസന്മാര് നാട് മുഴുവനും ചുറ്റിക്കറങ്ങി, നാട് മുഴുവനും ചുറ്റിക്കറങ്ങി, എല്ലാ ഭാഗത്തും ചുറ്റിക്കറങ്ങി. അങ്ങനെ ചുറ്റിക്കറങ്ങി ആ സന്ദർഭത്തില് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ 10,000-കണക്കിന് കുട്ടികളെയാണ് അറകുലൊക്കെ ചെയ്യുന്നത്. എവിടെയാണ് പെണ്ണുങ്ങൾ ഗർഭിണിയായിട്ടുള്ളത്? എവിടെയാണ് ഗർഭിണിയായിട്ടുള്ളത്? ആ ഗർഭിണികളാകുന്ന പെങ്ങന്മാര്, സഹോദരിമാര് പ്രസവിക്കുന്ന നോക്കിയിരിക്കുകയും ആ കുടിലേക്ക് കടന്നു ചെന്നിട്ട് കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അറുകല ചെയ്യുകയും ചെയ്ത് കൊല ചെയ്ത, അങ്ങനെ 10,000-കണക്കിന് കുട്ടികളെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലാണ് യൂഹാനിദ് എന്ന് പറയുന്ന പെണ്ണ് ഗർഭിണിയാകുന്നത്. ആ സമയത്താണ് യൂഹാനിദ് എന്ന് പറയുന്ന പെണ്ണ് ഗർഭിണിയാകുന്നത്. പ്രസവത്തിനോട് അടുക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ പ്രസവിക്കാ സമയമായല്ലാ, ഞാൻ പ്രസവിച്ചു പോയാൽ എന്റെ പൊന്നുകുട്ടിതാ ആൺകുട്ടിയാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് ഒന്ന് കാണാൻ കഴിയില്ലല്ലോ, എന്റെ കുഞ്ഞിനെ അറുകൊല ചെയ്യുമോ? വല്ലാത്ത സങ്കടമായി. അല്ലാ
യൂഹാന പ്രസവിക്കുകയാ. യൂഹാന പ്രസവിച്ചു നോക്കുമ്പോൾ കുട്ടി ആൺകുട്ടിയാണ്. പടച്ചവരെ എത്ര നല്ല സുന്ദരനായ ആൺകുട്ടിയാ, നല്ല ആരോഗ്യമുള്ള സുന്ദരനായ കുട്ടിയാണല്ലോ. പടച്ചവരെ എന്ത് ചെയ്യാറാണല്ലോ. ഈ ഫിറഔന്റെ പട്ടാളക്കാരെ കണ്ടുപോയാൽ, ഫിറൗന്റെ പോലീസുകാരെ കണ്ടുപോയാൽ, അല്ലാഹുവേ എന്റെ പൊന്നാര പൊന്നുമോര്, എന്റെ കരളിന്റെ ഘട്ടമായ ഞാൻ വല്ലാതെ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച എന്റെ പൊന്നുമോര് അവരറുകൊല ചെയ്യുമല്ലോ അല്ലാ. ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോഴാ ഇത് അല്ലാഹുവിന്റെ സന്ദേശം വരികയാ. വഹൈനാ ഇലാ ഉമ്മി മൂസ അൻർളിഇഹി ഫഇൻ ഖിഫ്തി അലൈഹി ഫൽഖി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ ലറാദൂഹു ഇലൈഹി വജഅലൂഹു മിനൽ മുർസലീൻ. വഹൈനാ ഇലാ ഉമ്മി മൂസ, വിശുദ്ധ ഖുർആനിലെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹു ആ ഉമ്മാക്ക് സന്ദേശം കൊടുക്കുകയാ. ഏത് കുട്ടിയാണ്? മൂസ എന്ന കുട്ടിയാ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവാ. ആ ഉമ്മാക്ക് സന്ദേശം കൊടുക്കുകയാ. അൻർളിഇഹി, ആ കുഞ്ഞിനെ മുല കൊടുക്കാനുള്ള സന്ദേശം കൊടുക്കുകയാ. നിന്റെ കുഞ്ഞിനെ നീ വളർത്തു പെണ്ണെ, വളർത്തുക. ആ കുഞ്ഞിനെ വളർത്താൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ, ആ കുഞ്ഞിനെ വളർത്താൻ നീ പേടിച്ചു പോകുകയാണെങ്കിൽ, ആ കുഞ്ഞിനെ പെട്ടിയുടെ ഉള്ളിലേക്ക് കിടത്തുക. ആ കുഞ്ഞിനെ പെട്ടിയുടെ ഉള്ളിലേക്ക് കിടത്തുക. ഒരു സുരക്ഷിതമായ പെട്ടി ഉണ്ടാക്കി ആ പെട്ടിയുടെ ഉള്ളിലേക്ക് കുഞ്ഞിനെ കിടത്തിയിട്ട് ആ പെട്ടി നൈൽ നദിയിലേക്ക് ഒഴുക്കുക. പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നദിയിലേക്ക് ഒഴുക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ് ആ പെണ്ണിനോട്. വലാ തഖാഫി വലാ തഹ്സനി, നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ പേടിക്കണ്ട, നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ സങ്കടപ്പെടണ്ട. ഇന്നാ ലറാദൂഹു ഇലൈഹി വജഅലൂഹു മിനൽ മുർസലീൻ. നിന്റെ കുഞ്ഞിനെ നിന്നിലേക്ക് തന്നെ ഞാൻ മടക്കി തരുകയാ. നിന്റെ കുഞ്ഞിനെ നിന്നിലേക്ക് തന്നെ മടക്കി തരുകോ. ഒരു പ്രവാചകനായി നിന്റെ അടുക്കലേക്ക് മടക്കി തരും പെണ്ണെ. അതുകൊണ്ട് പേടിക്കാതെ ഒരു പെട്ടിയുടെ ഉള്ളിലെ കുഞ്ഞിനെ കിടത്തിയിട്ട് ഇതാ നീ തുറന്ന് ഈ പെട്ടി നൈൽ നദിയിലേക്ക് ഒഴുക്കാൻ പറയുമ്പോ അല്ലാഹുവിന്റെ സന്ദേശമല്ലേ. ആരെയാ പേടിക്കാറുള്ളത്? ഫിറൗനെ പേടിക്കണോ? അവന്റെ പട്ടാളക്കാരെ പേടിക്കണോ? ലോകത്തെ സ്വേച്ഛാധിപതിയാ പേടിക്കാറുള്ളത്? അല്ലാഹു സംരക്ഷണം തന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാറില്ലല്ലോ. യൂഹാൻ എന്ന് പറയുന്ന ഉമ്മ ഇതാ തന്റെ കുഞ്ഞിനെ പെട്ടിയുടെ ഉള്ളിലേക്ക് കിടത്തുകയാ. പെട്ടിയുടെ ഉള്ളിലേക്ക് കിടത്തിയിട്ട് നൈൽ നദിയിലേക്ക് ഒഴുക്കുകയാണ്. നൈൽ നദിയിലേക്ക് ഒഴുക്കുകയാ. നൈൽ നദിയുടെ ഓളങ്ങൾ ഇങ്ങനെ പെട്ടി ഇങ്ങനെ നീങ്ങി പോകുന്ന കണ്ടിട്ട് സഹിക്കാതെ തന്റെ പ്രിയപ്പെട്ട മൂത്ത മകളെ വിളിച്ചിട്ട് പറഞ്ഞത്, മോളെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാ. പക്ഷേ എന്നാലും എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി, എന്നാലും എന്റെ മനസ്സിന്റെ ആനന്ദത്തിന് വേണ്ടി, അല്പശാന്തിക്ക് വേണ്ടി മോളെ ഈ നൈൽ നദിയുടെ ഓരത്തിലൂടെ നീ ഓടണേ. ഈ പെട്ടി എവിടെയാ പോകുന്നത്? ആരാണ് പെട്ടി എടുക്കുന്നത്? ഈ പെട്ടി എങ്ങാണ് സമുദ്രത്തിന്റെ അടിയിൽ താണു പോകുമോ? ഒന്ന് പരിശോധിച്ചിട്ട് ഈ പെട്ടിയെ ലക്ഷ്യമാക്കി ഈ സമുദ്രത്തിന്റെ ഓരത്തിലൂടെ ഒന്ന് പോകാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ പറഞ്ഞു വിടുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കാനുള്ളത് അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും സമാധാനമില്ലാതെ വല്ലാതെ പേടിച്ചുകൊണ്ട് തന്റെ മൂത്ത മകളെ കടലാ സമുദ്രത്തിന്റെ ഓരത്തിലൂടെ ആ പെട്ടിയെ ലക്ഷ്യമാക്കി ഓടിച്ച യൂഹാൻ എന്ന് പറയുന്ന ഉമ്മയില്ലേ, ഈ ഉമ്മാക്ക് പകരം വെക്കാ, ഈ ഉമ്മ തരുന്ന സ്നേഹത്തിന് പകരം വെക്കാ ഈ ലോകത്തെന്താ ഉള്ളത്? ഇതാണ് ഉമ്മ തരുന്ന സ്നേഹമില്ലേ? അത് അമ്മിഞ്ഞ പാലായ താരാട്ടായി തലോടലായി നമ്മുടെ അടുക്കലേക്ക് ഒഴുകി വരുമ്പോ ഈ ഉമ്മായ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന, വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന, മക്കളെ വളർത്തി ജോലി വാങ്ങി കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളുമായി ജീവിക്കുന്നതില് ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നിട്ട് വൃദ്ധയായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന 21ാം നൂറ്റാണ്ടിന്റെ വൃത്തികെട്ട സഹോദരന്മാരെ, വൃത്തികെട്ട മക്കള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ആണും പെണ്ണുമാകുന്ന മക്കള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമല്ലേ ഈ ലോകത്തിലെ നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ മാതാപിതാക്കൾ നിസ്സാരമെന്ന് ആരും കരുതല്ലേ. അത് നിസ്സാരമല്ല.
നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്ന അല്ലാഹു നമ്മുടെ നിധികളാണ്. അവരുടെ കാൽപാദത്തെങ്കിലാണ് നമുക്ക് സ്വർഗം വെച്ചിരിക്കുന്നത്. വേറെങ്ങുമല്ല, അവിടെ കാൽപാദത്തെങ്കിൽ അവിടെയാണ് സ്വർഗം. ആ സ്വർഗമാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്, അല്ലേ? അവരെ കാൽപാദത്തിൽ ഇരിക്കുന്ന അടിയിലിരിക്കുന്ന സ്വർഗം അവർക്ക് പാദസേവ ചെയ്തെങ്കിലേ നമുക്ക് നേടിയെടുക്കാൻ. അവരൊക്കെ പാദസേവ ചെയ്യണം, അല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അതാണ് നമുക്ക് ആവശ്യം. എങ്ങനെയൊക്കെ സേവനം ചെയ്യാൻ കഴിയുമോ അങ്ങനെയെല്ലാം നമ്മൾ സ്നേഹിക്കണം. ഈ പ്രപഞ്ചം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒത്തിരി വസ്തുക്കളുണ്ട്. ആകാശമുണ്ട്, ഭൂമിയുണ്ട്, നല്ല മനോഹരമായ പാർക്കുകളുണ്ട്. എന്തെല്ലാം വസ്തുക്കളാണുള്ളത് ലോകത്ത്, എല്ലാ വസ്തുക്കളും. പക്ഷെ എവിടെ നോക്കിയാലും അത് കൂലിയില്ല. 3 സ്ഥലത്തല്ല. ഈ പ്രപഞ്ചത്തിന് 3 സ്ഥലത്ത് നോക്കിയാലല്ലാതെ നമുക്ക് കൂലി കിട്ടുകയില്ല. ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് നോക്കാം. ആകാശത്ത് നോക്കാം, പാർക്കുകൾ നോക്കാം, കൊട്ടാരങ്ങൾ നോക്കാം, കെട്ടിടങ്ങളിൽ നോക്കാം, ഭാര്യയുടെ മുഖത്ത് നോക്കാം, മക്കളുടെ മുഖത്ത് നോക്കാം, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കാം, ലോകത്ത് എവിടെയും നോക്കാം. പക്ഷെ കൂലിയുള്ളത് 3 സ്ഥലത്ത് നോക്കിയാലേ കൂലിയുള്ളൂ. ഏതാ? ഒന്നാമത്തെ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചു തന്നത് അന്നദറു ഇലൽ മുസ്ഹഫി ഇബാദത്തുൻ. വിശുദ്ധമായ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കൂലിയുണ്ട്. രണ്ടാമത്തെ അന്നദറു ഇലൽ കഅബത്തി ഇബാദ. വിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിയാൽ നമുക്ക് കൂലിയുണ്ട്. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് എന്നല്ല, നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുഖത്ത് എന്നല്ല, അല്ലെങ്കിൽ നീ കെട്ടിയുണ്ടാക്കിയ പടുകൂറ്റൻ കൊട്ടാരങ്ങളിലേക്കല്ല, നീ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കിയ പള്ളിയിലേക്കല്ല. നിനക്ക് കൂലിയുള്ളത് നോക്കിക്കൊണ്ടിരുന്ന കൂലിയുള്ളത് നിനക്ക് ജന്മം നൽകിയ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖത്ത് നോക്കല. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയാൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മി കാന ലഹു സിത്റൻ മിനന്നാ. നിന്റെ ഉമ്മാടെ നെറ്റിയിലേക്ക്, നിന്റെ ഉമ്മാടെ 2 കണ്ണിന്റെ ഇടയിലേക്ക്, നിന്റെ ഉമ്മാടെ നെറ്റിയിലേക്ക് ഒരു ചുംബനം കൊടുത്താല്, നിന്റെ ഉമ്മാടെ നെറ്റിയിലേക്ക് ഒരു ചുംബനം കൊടുത്താല് അത് നരകത്തെ തൊട്ടുള്ള മറയാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഉമ്മാരെ നെറ്റിയിൽ മുപ്പിയാല് ഒരു മുത്തം കൊടുത്താല്, ഒരു ചുംബനം കൊടുത്താൽ അതുപോലെ പ്രതിഫലമാ, നരകത്തെ തൊട്ടുള്ള സംരക്ഷണമാ. നമ്മുടെ ഉപ്പയും ഉമ്മയും രോഗിയായ കിടക്കുകയാണ്. വൃദ്ധയായ ഒരു കട്ടിലിൽ കിടക്കുമ്പോ അവിടെ അടുക്കലേക്ക് ചെന്നിരുന്നുകൊണ്ട് അവരോട് തമാശ പറഞ്ഞ് ചിരിച്ചാല്, അവരോട് തമാശ പറഞ്ഞുകൊണ്ട് ഉപ്പ ചിരിച്ചാല്, നിങ്ങളുടെ ഉമ്മ ചിരിച്ചാല്, ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് ചിരിക്കുമ്പോൾ ചിരിക്കുപോലെ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ ഉപ്പയേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ ലോകത്ത് സ്ഥാനമുള്ള വേറൊന്നുമില്ല. നമ്മുടെ ഉപ്പയും ഉമ്മയും സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാതെ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് ഒരു രക്ഷയുമില്ല. ഖബറിന്റെ ഇടുക്കം അത് ശക്തമാകുന്നതല്ലാതെ അത് കുറയാൻ പോകുന്നില്ല. മാതാപിതാക്കൾക്ക് സേവനം ചെയ്തോ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അത്താബ് ഇബ്നു അസ്സാർ റളിയല്ലാഹു തആല ഇരിക്കുന്ന സദസ്സ്, അവർ രണ്ടുപേരും ഇരിക്കുന്ന സദസ്സ്, ആ സദസ്സിലേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അല്ലേ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാൻ വലിയൊരു പാപം ചെയ്തു പോയി. എന്താണ് പാപം? നീ ചെയ്ത പാപം? ഞാൻ ചെയ്ത പാപം വേറൊന്നുമല്ല, ഞാനൊരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു. അവസാന വിവാഹത്തിന്റെ സമയമായി വിവാഹത്തിനോട് അടുത്തപ്പോൾ അവൾ എന്നെ വഞ്ചിച്ചു. അവൾ എന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അങ്ങനെ ഞാൻ അവളെ കൊന്നുകളഞ്ഞു. സ്നേഹിച്ചു, അവസാനം വഞ്ചിച്ചു. നമ്മൾ കാണുന്നില്ലേ, വിവാഹത്തിന് സമയമാകുമ്പോൾ പെണ്ണ് വഞ്ചിക്കും, ചെറുക്കം വഞ്ചിക്കും. അങ്ങനെ ചില കൊലകൾ, സ്നേഹിച്ച പെണ്ണ് കിട്ടാത്തതിന് ഇറങ്ങി വാടി വന്നില്ലെങ്കിൽ കടാരം കൊണ്ട് നിൽക്കുന്നു, കുത്തിക്കൊല്ലുന്നു. പത്രത്തിൽ നമ്മൾ കാണുന്നില്ലേ? ഇതുപോലെ എന്നെ സ്നേഹിച്ചൊരു പെണ്ണ്, ആ പെണ്ണ് എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഞാൻ അവളെ കൊന്നുകളഞ്ഞു. എനിക്ക് പാവമോചനമുണ്ടോ? ഫഹല്ലി തൗബ, എനിക്ക് പാവമോചനമുണ്ടോ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നീ എന്നോട് ചോദിച്ചല്ലോ തൗബയുണ്ടോ എന്ന് ചോദിച്ചല്ലോ,
എന്നാൽ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറയുകയാണ്, ഇല്ല, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, തുബ ഇലല്ലാഹ്, എങ്കിൽ നീ പോയി തൗബ ചെയ്യുക, അല്ലാഹുവിനോട് തൗബ ചെയ്യുക. എന്നിട്ട് നീ ധാരാളം അഅമാലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക, അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തന്നേക്കാ. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയപ്പോൾ മഹാനായ അത്താ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവോട് ചോദിക്കുകയാണ്, അല്ല തങ്ങളെ, തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന ആളിനോട് ഉമ്മയുണ്ടോ എന്ന് ചോദിച്ചത് എന്തിനാ? അദ്ദേഹം തൗബയുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടുവന്നപ്പോ നിങ്ങൾ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാരണം എന്താ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, ഇന്നീ ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹി മിൻ ബിർറിൽ വാലിദൈഹി. മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നതിനേക്കാൾ വലിയൊരു അമാലുകൾ ഉണ്ടെന്ന് എനിക്ക് വേറെ അറിയത്തില്ല. ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യലാ, ഉമ്മാക്ക് സേവനം ചെയ്യലാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഉമ്മയുണ്ടോ എന്ന്. ഈ ഉമ്മാക്ക് സേവനം ചെയ്താൽ നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമായ തീരുമെന്ന്, ഇതാണ് ഞാൻ പറയാൻ കാരണമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു പോയെങ്കിലേ പ്രിയമുള്ള സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളെ മാതാപിതാക്കളെ നിസ്സാരമായി കാണരുത്. ആരുടെയും സഹായമില്ലാത്ത ഖബറിൽ നമുക്ക് രക്ഷ വേണമെങ്കിൽ, നമുക്ക് വിജയം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിച്ചേ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടേ മതിയാവും. അവരെ തൃപ്തിയും പൊരുത്തവും നമ്മൾ നേടിയെടുക്കാതെ, അവരെ പൊരുത്തം നമുക്ക് കരസ്ഥമാക്കാതെ നമുക്ക് തീർച്ചയായിട്ടും സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണെത്താ ദൂരം അല്ലാഹു നമ്മുടെ ഖബറുകൾ വിശാലമാക്കി തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് രക്ഷപ്പെടണം. നമുക്ക് അവരിൽ രക്ഷപ്പെടണം. ഈ ദുനിയാവിൽ നല്ല മനോഹരമായ വീടുകളുണ്ട്, അവിടെ കിടന്നാൽ ഞെരുക്കമില്ല. നല്ല കട്ടിലുകളുണ്ട്, അതിൽ വിരിക്കാൻ നല്ല വിരിപ്പുകളുണ്ട്, സഞ്ചരിക്കാൻ നല്ല വാഹനങ്ങളുണ്ട്. പക്ഷേ ആരും സഹായിക്കാനില്ലാത്ത ഖബറിലേക്ക് നമ്മെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ? നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ ഇരിപ്പിൽ നിന്ന് പോലും എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇരിപ്പിരുന്ന് മരിച്ചു പോകാം. എത്ര വലിയ സാഹിത്യ സാമ്രാട്ടുകൾ, ലോകത്ത് എത്ര വാക്കുകൊണ്ട് വിസ്മയം സൃഷ്ടിച്ചവരെ. എം.എൻ. വിജയം 907 വാക്കുകൊണ്ട് വിസ്മയം സൃഷ്ടിച്ച സാഹിത്യ സാമ്രാട്ട് താൻ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിലെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും വാട്സാപ്പിലൂടെ കണ്ടു കാണും അദ്ദേഹത്തിന്റെ മരണം. എം.എൻ. വിജയം എന്ന വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ഇങ്ങനെ പ്രസ് ക്ലബ്ബിലെ, തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ ഇങ്ങനെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ണുകൾ ആകാശത്തേക്ക് പോകുന്നു. കണ്ണുകൾ ആകാശത്തേക്ക് പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ മലക്കുന്നു. പുറകിലേക്ക് ഇങ്ങനെ കസേരയുടെ പുറകിലേക്ക് മലർന്നിരിക്കുന്നു. മരണപ്പെടുകയാണ്. എത്ര വലിയ സാഹിത്യകാരനാ. കമ്മഖറസൽ മൗതു ഫീ ഖബരിൻ വഖഫത ബിഹി അനിൽ ജവാബി ലിസാനമ്മാ ബിഹി ഖറസൂ. എത്ര വലിയ സാഹിത്യകാരന്മാരാണ്. അവരെ വാക്കുകൾ പോലും ഒന്ന് നാവിന് അനക്കാൻ കഴിയാതെ, മിണ്ടാട്ടമില്ലാതെ മണ്ണിന്റെ ഉള്ളിലേക്ക് നിശബ്ദരാക്കി മാറ്റിയത് എത്ര മരണങ്ങളാണ്, എത്ര എത്ര വ്യക്തികളെയാണ്, എത്ര എത്ര ലോകത്ത് വലിയ കോടീശ്വരന്മാരെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഖബറിന്റെ ഉള്ളിൽ നമ്മൾ ആര് പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് പോകുമോ, നാളെ പോകുമോ, ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് ആർക്കും ഉറപ്പിക്കാൻ കഴിയില്ല. ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വിനീതന്റെ മനസ്സിലും ഇന്ന് മരിക്കില്ല, നാളെ മരിക്കില്ല. ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് മരിക്കില്ല, നാളെ മരിക്കില്ല. മരണമെല്ലാം മറ്റാർക്കോ പറഞ്ഞിരിക്കുന്നതാ. ഞങ്ങളെ കൺമുമ്പിലല്ലേ 2010 മെയ് മാസം 22-ാം തീയതി എല്ലാവരും വെച്ച് വിമാനത്താവളത്തിന്റെ റൺവേയിലൂടെ ചീറിപ്പാഞ്ഞു പോയ ഇന്ത്യൻ എയർലൈൻസ്, ഇന്ത്യൻ എയർ ഇന്ത്യ എക്സ്പ്രസ് തകർന്ന് തരിപ്പണമായി പോകുമ്പോ ആ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിലുകളെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുമ്പോ 158 ആളുകൾ
മക്കളുടെ ശരീരങ്ങളെ കരിഞ്ഞ് ചാരമായ ഭസ്മമായ കരിക്കട്ടയായി മാറുമ്പോ വമാ തദ്രി നഫ്സും മാദാ തക്സുബു ഗദാ വമാ തദ്രി നഫ്സു ബിഅയ്യി അർദിൻ തമൂത്. എവിടെയാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെന്നോ, എവിടെ വെച്ചാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെന്നോ, എന്നാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെന്നോ ആർക്കും പറയാൻ കഴിയില്ല. അതെല്ലാം റഹ്മാനായ റബ്ബിന്റെ അറിവാട്, അല്ലാഹു അറിയുന്ന അറിവാട്. എന്റെ പ്രിയമുള്ളവരെ, മരണം എപ്പോഴാ വരുന്നത്, ഏത് നിമിഷമാ മരണം വരുന്നത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാ, സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അടുത്തത് ഖബറിന്റെ ഞെരുക്കം അല്ലാഹു തആല വിശാലമാക്കി തരുന്നത്. ഖബറിന്റെ ഞെരുക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി തരുന്ന ഒരു വിഭാഗമാണ് അയ്യജ്തഹിദ ഫി ത്വാഅത്തില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി തന്റെ ആയുസ് മുഴുവനും അല്ലാഹുവിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. ഖബറിന്റെ ഞെരുക്കം അല്ലാഹു തആല മാറ്റി തരും. ഖബറിൽ അല്ലാഹു തആല നല്ല പ്രകാശം തരും. ഖബറിൽ നമുക്ക് ഭാഗ്യവാനായി സന്തോഷത്തോടു കൂടി കിടക്കാം. അതിന് ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അയ്യജ്തഹിദ ഫി ത്വാഅത്തില്ലാഹ്. നമ്മുടെ സമയം അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണം. നമ്മൾ അധ്വാനം ആഖിറത്തിന് വേണ്ടി ആയിരിക്കണം. വലിയ വീടുകൾക്ക് വേണ്ടിയല്ല, നല്ല വാഹനങ്ങൾ മേടിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ അധ്വാനം എന്തിനാ? നല്ലൊരു വീട് വെക്കണം, നല്ലൊരു വാഹനം ഉണ്ടാക്കണം, നല്ല പ്രൗഢിയും പത്രാസൊക്കെ നമുക്ക് വേണം, നല്ല ഷോപ്പ് വേണം, നല്ല ബിസിനസ് വേണം, നല്ല ആഡംബരത്തോടു കൂടി ജീവിക്കണം. ഇതിനു വേണ്ടി ആരെ കൊല്ലാനും ഒരു മണിയിൽ ഉപ്പയെ കൊല്ലണോ കൊല്ലും, ഉമ്മയെ കൊല്ലണോ കൊല്ലും, സഹോദരനെ കൊല്ലണോ കൊല്ലണോ. ഒരു കല്ല് മാറിയാൽ അതിർത്തി തർക്കം, ഒരു കല്ല് അല്പം കൊണ്ട് മാറിയതിന്റെ പേരിൽ അതിന്റെ പേരിൽ കൊല്ലുന്ന ആളുകൾ, അയൽവാസെ കൊല്ലുന്ന, സഹോദരനെ കൊല്ലുന്ന, സഹോദരന്റെ തലയടിച്ച് കീറുന്ന, ഉദരം കുത്തി കീറുന്ന, സ്വന്തം പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മാന്റെ തലയിലേക്ക് മൺവെട്ടി കൊണ്ട് അടിച്ചു കൊല്ലുന്ന എത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാടുകളിൽ പത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, ഓരോ ദിവസത്തെ പത്രം കാണുമ്പോൾ എന്താ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പരിശ്രമം അല്ലാഹുവിന് വേണ്ടിയല്ലേ? ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ദുനിയാവിന് 5 സെന്റോ 10 സെന്റോ നല്ലൊരു മാളോ നല്ലൊരു വീടോ അല്ല. മനുഷ്യന് ആവശ്യമേതാ? വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗ്ഗത്തിന് വേണ്ടി, ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗ്ഗത്തിന് വേണ്ടി മനുഷ്യരെ നിങ്ങളെ പരിശ്രമിക്കുക. ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗ്ഗമാ എന്റെ പ്രിയമുള്ളവരെ. ആകാശത്തിന്റെ പരി നമുക്കറിയോ? ആകാശത്തിന്റെ പരി നമുക്ക് കടക്കാൻ കഴിയോ? ആകാശത്തിന്റെ അറ്റം നമുക്ക് കണ്ടെടുക്കാൻ കഴിയോ? എന്തോ ഒരു വിശാലതയുള്ള ആകാശമാ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗ്ഗമെന്ന ഈ സ്വർഗ്ഗത്തിന് വേണ്ടിയാ മനുഷ്യൻ പരിശ്രമിക്കാറുള്ളത്. ഈ സ്വർഗ്ഗത്തിലാ മനുഷ്യനെത്താറുള്ളത്. ഈ സ്വർഗ്ഗത്തിന്റെ ആനന്ദമാ മനുഷ്യൻ കരസ്ഥമാക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ അറിയില്ലേ, മഹാനായ ഹൻദല റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഹൻദല? 22 വയസ്സുള്ള ഹൻദല 14 വയസ്സുള്ള ജമീല എന്ന് പറയുന്ന പെണ്ണിനെ വിവാഹം ചെയ്തുകൊണ്ട് വിവാഹം കഴിക്കുന്ന ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം രണ്ടുപേരും മധുവിധു കൂടിക്കൊണ്ട് കിടക്കുമ്പോ, അന്നത്തെ രാത്രി അവർ മധുവിധി ആസ്വദിച്ചുകൊണ്ട് കിടക്കുമ്പോ, ആദ്യത്തെ രാത്രി ഇങ്ങനെ സുഖം അനുഭവിച്ചുകൊണ്ട് കിടക്കുമ്പോ ഇതാ വീടിന്റെ പുറത്തൊരു ശബ്ദം കേൾക്കുകയാ. ഹൻദല, കിടന്നുറങ്ങാനുള്ള സമയമല്ല ഹൻദല, ഇതാ യുദ്ധത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാ. ഉഹുദ് യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാ. ശത്രുക്കൾ മുഴുവനും ഇതാ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഹൻദല യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാനുള്ള പ്രേരണയാ കൊടുക്കുന്നത്. മഹാനായ ഹൻദല റളിയല്ലാഹു തആല അൻഹു ഈ ശബ്ദം കേട്ട മാത്രയിൽ ചാടി എഴുന്നേൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തോട് ചേർന്ന് കിടന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്
അതും ഇത് നുകർന്നുകൊണ്ട് കിടക്കുന്ന ഹല്ലല യുദ്ധത്തിന് വേണ്ടി ശബ്ദം കേട്ടപ്പോ ചാടി എഴുന്നേൽക്കുകയാ. എവിടെയാ യുദ്ധത്തിന് വേണ്ടി പോകുന്നത്? പടച്ചവരെ, ഈ യുദ്ധത്തിൽ ഞാൻ അങ്ങ് പങ്കെടുത്ത് ഷഹീദായി പോയാ എനിക്ക് നീ സ്വർഗമാണല്ലോ റബ്ബേ, ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗമാണല്ലോ പടച്ചവരെ, എനിക്ക് സ്വർഗമാണ് നാഥാ പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് തന്റെ ശരീരത്തെ അടർത്തിയെടുത്തുകൊണ്ട് ഇതാ പടച്ചട്ട എടുത്ത് ധരിക്കുകയാ. ഒരു കയ്യിലേക്ക് ഒരു പടപാടെടുക്കുകയാ, ഒരു പടയങ്കി എടുക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ജമീലയോട് പറയുന്നു, മോളെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് തരികയാണെങ്കിൽ ഇനി കാണാ മോളെ, അല്ലാഹു നമുക്ക് തൗഫീക്ക് തന്നാ ഇനി കാണാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ഹല്ലല തന്റെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാ. ഓതിന്റെ രണാങ്കണത്തിലേക്ക് ശത്രുവിന്റെ മുന്നിലേക്ക് ഒരു പടക്കുതിരയെ പോലെ പ്രയാണം ചെയ്യുകയാ. ശത്രുവിന്റെ മുന്നിലേക്ക് മഹാനായ ഹല്ലല ഇതാ ഒരു പടക്കുതിരയെ പോലെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ശത്രുവിന്റെ തലകളന്തരീക്ഷത്തിലൂടെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് യുദ്ധത്തിന്റെ രണാങ്കണത്തിലൂടെ ഹല്ലല മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ ഒരു ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് ഹല്ലല ലോകത്തോട് വിട പറഞ്ഞു പോയി. ഹല്ലല ലോകത്തോട് വിട പറഞ്ഞു പോകുകയാ. മഹാനായ ഹല്ലല റളിയല്ലാഹു തആല ഷഹീദായി കിടക്കുകയാ. യുദ്ധമെല്ലാം അവസാനിച്ചു. സഹാബത്തെല്ലാം നബിതങ്ങളും സഹാബാക്കള് ആരൊക്കെയാണ് മരിച്ചതെന്നറിയാ? യുദ്ധത്തിന്റെ ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോ ഇതാ ഹല്ലല ഷഹീദായ കിടക്കുകയാണ്. ഹല്ലല ഷഹീദായ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഹല്ലലാനെ ഖബറടക്കുകയാണ്. സഹാബത്തും കൂടി ഹല്ലലാനെ ഖബറടക്കിയിട്ട് അവരിതാ തിരിച്ചു മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വരുന്ന വാർത്ത കേട്ടുകൊണ്ട് മദീനയുള്ള പെണ്ണുങ്ങൾ ഇതാ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ട്, തന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. യുദ്ധത്തിൽ പോയവരെ ഒന്ന് കാണണമല്ലോ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു നോക്ക് കാണാ, തന്റെ പ്രിയപ്പെട്ട ഉപ്പാനൊരു നോക്ക് കാണാ, തന്റെ പ്രിയപ്പെട്ട ഹൃദയത്തിന്റെ കനികളായ മക്കളെ ഒരു നോക്ക് കാണാ. മദീനത്തിന്റെ പെണ്ണുങ്ങളെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാ. ആ കൂട്ടത്തിലുണ്ട് മഹദിയായ ജമീല. ജമീലായും പുറത്തേക്ക് നിൽക്കുകയാണ്. ദൂരേന്ന് വരുന്ന പ്രവാചകന്റെ സംഘത്തെ നോക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്. പലരും പ്രവാചകനെ അനുഗമിച്ചുകൊണ്ട് വരികയാണ്. ജമീലാണ് നോട്ടം എവിടെയാ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹല്ലല ആ കൂട്ടത്തിലുണ്ടോ? മഹാനായ ഹല്ലലാനെ ചെതയുകയാണ്. അടുത്തെത്തുന്നത് വരെ ഹല്ലലാനെ കാണുന്നില്ല. ജമീലാന്റെ സമതല തെറ്റിപ്പോയി. പെട്ടെന്ന് പ്രവാചകൻ വീടിന്റെ മുന്നിലേക്ക് എത്തുമ്പോ ഇതാ ജമീല പ്രവാചകന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹല്ലലാനെ കൂട്ടത്തിൽ കാണുന്നില്ലല്ലോ. എന്റെ ഭർത്താവ് ഹല്ലല എവിടെ പോയി നബിയേ? ഹല്ലല എവിടെ പോയി യാ റസൂലല്ലാഹ്? ഇതാ പ്രവാചകൻ പറയുന്ന മോളെ ജമീല, നിന്റെ ഭർത്താവ് ഹല്ലല ലോകത്തോടെ വിട പറഞ്ഞു പോയി, ലോകത്തോടെ വിട പറഞ്ഞു പോയി, ഷഹീദായി പോയി മോളെ. മഹാനായ ഹല്ലല ഇത് കേട്ട് പൊട്ടിക്കരയുകയാണ്. ഷഹീദായെന്ന് കേട്ടപ്പോ, മരണപ്പെട്ടെന്ന് കേട്ടപ്പോ പൊട്ടിക്കരയുകയാണ് ജമീല. എന്തിനാണ് മോളെ നീ കരയുന്നത്? നിന്റെ ഭർത്താവ് സ്വർഗത്തിലല്ലേ? ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് ലോകത്തോടെ വിട പറഞ്ഞു പോയ നിന്റെ ഭർത്താവ് സ്വർഗത്തിലല്ലേ? നീ സങ്കടപ്പെടുന്നത് എന്തിനാണ്? മഹാനായ ഹല്ലല സയ്യിദാ എന്ന വാർത്ത കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ജമീല പറയുന്നു യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം പോലെ പൂർണ്ണമായി, ഒരു രാത്രി പോലെ പൂർണ്ണമായി എനിക്ക് ചേർന്ന് കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്തുനിന്ന് ചേർന്ന് കിടക്കാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചുടുചുംബനം കൊടുത്ത് സ്വറ പറഞ്ഞുകൊണ്ട് നേരം വെളുപ്പിക്കാ, എന്റെ ഭർത്താവിന് സേവനം ചെയ്യാ എനിക്ക് ഭാഗ്യം കിട്ടിയില്ലല്ലോ. ഇതിന്റെ പേരിലല്ല നബിയേ
ഞാൻ കരയുന്നത്. ഇതിന്റെ പേരിലല്ല ഞാൻ സങ്കടപ്പെട്ടു പോയത്. എന്റെ ഭർത്താവ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത് ജനാപത്തുകാരനായിട്ടാ, വലിയ ശുദ്ധിക്കാരനായിട്ടാണ് നബിയേ. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോ, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാ പറഞ്ഞപ്പോ കുളിക്ക പോലും ചെയ്യാതെ പടച്ചട്ട എടുത്ത് ധരിച്ചുകൊണ്ട്, പടയങ്കി എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട്, ഒരു പടവാളെടുത്ത് കയ്യിലേക്ക് ഏന്തിക്കൊണ്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലാ അല്ലാ സ്വർഗത്തിലാണോ യാ റസൂലല്ലാഹ്? ഇതാണ് എന്റെ സങ്കടം, എന്റെ സങ്കടം ഇതാണ് നബിയേ. വലിയ ശുദ്ധിക്കാരനായ മരിച്ചു പോയാൽ സ്വർഗം കിട്ടുമോ? ഇതാണ് എന്റെ വേദന എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ജമീലയോട് പറയുന്നു, മോളെ ജമീല, നിന്റെ ഭർത്താവിനെ വാനലോകത്തിൽ നിന്ന് മാലാഖമാർ ഇറങ്ങി വന്ന് കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുപോയി മോളെ. സ്വർഗത്തിന്റെ വെള്ളം കൊണ്ടുവന്ന് നിന്റെ ഭർത്താവിനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുപോയി മോളെ. നിന്റെ ഭർത്താവ് സ്വർഗത്തിലാ, പച്ചപ്പക്ഷികളെ പോലെ സ്വർഗത്തിലെ പാരിപ്പറന്ന് കളിക്കുന്ന നിന്റെ ഭർത്താവ് അൽഹംദുലില്ലാഹ് സന്തോഷിക്കുമോളെ എന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവരെല്ലാം ജീവിച്ചത് ഏതിനു വേണ്ടിയാ? സ്വർഗത്തിന് വേണ്ടിയാ. ആകാശഭൂമിയോളം വിശാലതയുള്ള സ്വർഗത്തിന് വേണ്ടി. ഇവിടെയുള്ള 10 സെന്റിനല്ല, ഇവിടെയുള്ള ചോപ്പിനല്ല, ഇവിടെയുള്ള സുന്ദരമായ കൊട്ടാരങ്ങൾക്ക് വേണ്ടിയല്ല. എന്റെ പ്രിയമുള്ളവരെ, ജീവിതം മുഴുവനും ആഖിറത്തിന് വേണ്ടിയാ. അവരെ ഊണ് മുഴുവനും ആഖിറത്തിനാ, അവരുടെ ഉറക്കം മുഴുവനും ആഖിറത്തിനാ, അവരുടെ ചലനവും നിശ്ചലനവും എല്ലാം ആഖിറത്തിനാ. അല്ലാഹുവിന് വേണ്ടി സമയം ചെലവഴിച്ച, അല്ലാഹുവിന് വേണ്ടി സമയം കണ്ടെടുത്ത ഈ ഭാരതന്മാരില്ലേ, ഇവരെ പോലെ നല്ലവരായി ജീവിക്കാം, ഇവരെ പോലെ സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സ്വർഗത്തിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ പരിലാളനേറ്റുകൊണ്ട് സന്തോഷത്തോടു കൂടി മരിക്കാൻ അതിന് നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ വർഷമാണ് അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിന്റെ ഈ സംഘാടകർ വരുമ്പോൾ നല്ല ഒരു സംഭാവന നിങ്ങൾ എല്ലാവരും ഇട്ടുകൊടുക്കണം. കാരണം ആ ഒരു വിഷയമുണ്ട്. ഖബറിന്റെ പ്രകാശം, ഖബറിന് വിശാലത കിട്ടുന്നത് ഈ സദഖ ചെയ്യുന്ന ഹലോ സദഖ കൊടുക്കുന്നതാണ്, ധർമ്മം ചെയ്യുന്ന ആളുകളാണ്. പിശുക്കന്മാരല്ല, ലുബ്ധന്മാരല്ല, ബഖീലന്മാർക്ക് ഒരിക്കലും ഖബറിൽ രക്ഷപ്പെടാൻ കഴിയും, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ എന്താ കൊടുക്കുന്നത് അള്ളാഹു അറിയട്ടെ. ജനതൃപ്തിക്ക് വേണ്ടിയില്ല, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി എന്റെ സമ്പത്ത് ഞാൻ ചിലവഴിക്കാൻ അൽഹംദുലില്ലാ പടച്ചവനെ എനിക്കതിന് അർഹമായ കൂലി തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധർമ്മം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അസ്സദഖത്തു ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. അസ്സദഖത്തു ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. ഖബറിന്റെ ആ ചൂടിനെ അല്ലാഹു തആല നീക്കിക്കളയും. നമ്മുടെ സദഖ, ഖബറിന്റെ ചൂടിനെ അല്ലാഹു തആല നീക്കിക്കളയുകയാണ്. ഖബറിന്റെ ചൂടെന്ന് പറയുമ്പോൾ ഏത് ചൂടാ? നരകത്തിന്റെ ചൂട്. ഇവിടത്തെ ചൂട് നമുക്ക് ഇന്നത്തെ ചൂട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. AC ഇല്ലാതെ വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. AC ഇല്ലാതെ നമുക്കൊന്നിനും കഴിയുന്നില്ല. ഇതാ നമ്മുടെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ലല്ലേ? പകലൊന്ന് അല്പനേരം സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഇതായി പോയി മനുഷ്യന്റെ എല്ലാവരുടെയും അവസ്ഥകൾ. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നുണ്ട് ഈ ഖബറിന്റെ ചൂട്. ഖബറിന്റെ ചൂട് എന്ന് പറഞ്ഞാൽ ഈ നരകത്തിൽ നിന്ന് ചൂടാണ്. ഈ ദുനിയാവിന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഏത് ചൂടാ? ഏറ്റവും വലിയ ചൂട് വിശുദ്ധ ഖുർആനിലെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നബി പറഞ്ഞു കൊടുക്കും, നരകത്തിന്റെ ചൂടാണ് ഏറ്റവും വലിയ ചൂടെന്ന് പറഞ്ഞു കൊടുക്കുക. ഇവിടത്തെ ചൂടല്ല, നരകത്തിന്റെ ചൂടാണ് ഏറ്റവും വലിയ ചൂട്. ആ ചൂട് നമുക്ക് രക്ഷപ്പെടാനുള്ളത്. സുബ്ഹാനല്ലാഹ്. പടച്ചോനെ, നമുക്ക് രക്ഷപ്പെടണ്ടേ? നമുക്ക് രക്ഷപ്പെടണ്ടേ? നമുക്ക് രക്ഷ വേണം. നരകത്തിന്റെ ചൂടെന്ന് പറഞ്ഞാൽ ആളിക്കത്തുന്ന നരകത്തിന്റെ തീ. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പടർന്നു പിടിക്കുന്ന, പന്തരിക്കുന്ന നാറൻ തലല്ല ആളിക്കത്തുന്ന തീ എന്ന് ഖുർആൻ പഠിപ്പിച്ചത്.
നാറൻ തലല്ലാ, ആളിക്കത്തുന്ന തീയാണ് നരകത്തിന്റെ തീ. നാറുല്ലാഹിൽ മൂഖദത്തുല്ലതീ തത്തലിഉ അലൽ അഫ്ഇദാ. ഇതാ തന്റെ ശരീരത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് പടർന്നു വന്നിരിക്കുന്ന, ശരീരത്തെ മുഴുവനും കരിച്ചു കളയുന്ന, ആമാശയങ്ങളെ മുഴുവനും കരിച്ചു കളയുന്ന നരകത്തിന്റെ തീയാ. നാറുല്ലാഹിൽ മൂഖദത്തുല്ലതീ തത്തലിഉ അലൽ അഫ്ഇദാ. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസർ കന്നഹു ജിമാലത്തുൻ സുഫർ. ഇതാ അതിന്റെ തീയുടെ പൊരികൾ കണ്ടാൽ മഞ്ഞ നിറമുള്ള ഒട്ടകങ്ങളാണോ? തീപ്പൊരികൾ കണ്ടാൽ മഞ്ഞ നിറമുള്ള ഒട്ടകങ്ങളാണോ? ഇങ്ങനെ പറന്നു പോകുന്ന നമുക്ക് തോന്നുകയാണ്. അത്രത്തോളം ഭീകരമാകുന്ന നരകത്തിന്റെ തീയാ. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഈ നരകത്തിന്റെ ചൂടാണ് ഖബറിലേക്ക് അല്ലാഹു തരുന്നത്. ഈ ചൂടാണ് അല്ലാഹു കെടുത്തിക്കളയും നമ്മുടെ സദക്ക കൊണ്ട്. നമ്മുടെ ഖബറിന്റെ അദാബ് അല്ലാഹു മാറ്റുന്നത് ഈ സദക്ക കൊണ്ടാണ്. സദക്ക കൊണ്ടാ നമ്മുടെ ഖബറിലേക്ക് കൊണ്ട് കിടത്തുമ്പോ, ഖബറിലേക്ക് ഭീകരമാകുന്ന ശിക്ഷ കടന്നു വരുമ്പോ, ആര് സഹായിക്കാനില്ലാത്ത ദിവസത്തില് എന്റെ പ്രിയമുള്ളവരെ ഖബറിൽ ഉപകാരപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന ജാരിയായ സദക്കകളാ. നിങ്ങളെ പാപങ്ങൾ സഹായിക്കുമ്പോ രോഗികളായ കിടക്കുന്ന എത്രയോ ആളുകളാ. എന്താണ് ജീവിതമെന്ന് പോലും അറിയാതെ ജീവിതത്തിലെ വേദനകൾ മാത്രം അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന പാവങ്ങളാകുന്ന ആളുകൾക്ക് നിന്റെ സമ്പത്തിന്റെ വീതം കൊടുത്തു കഴിഞ്ഞാ പാവങ്ങളാകുന്ന പെൺകുട്ടികളെ കെട്ടിക്കാ. നിന്റെ സമ്പത്തിന്റെ വീതം കൊടുത്തു കഴിഞ്ഞാ ഒരു കൂര പോലും ഇല്ലാതെ ചോർന്നൊലിക്കുന്ന മഴയത്ത് കിടക്കുന്ന, ഒരു ചെറ്റക്കൂരയിൽ കിടക്കുന്ന പാവങ്ങളാകുന്ന ആളുകളില്ലേ. നമ്മൾ ട്രെയിൻ കയറാ വരുമ്പോ റെയിൽവേ സ്റ്റേഷന്റെ തിണ്ണകളിൽ കൂരയില്ലാതെ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് കിടക്കുന്ന എത്രയോ പാവങ്ങളാ. പാലങ്ങളുടെ അടിയിൽ കുടില് കെട്ടി കിടക്കുന്നവരില്ലേ, കടലിന്റെ ഓരങ്ങളിൽ കുടില് കെട്ടി കിടക്കുന്നവരില്ലേ, തെരുവുകളിൽ കിടന്നുറങ്ങുന്നവരില്ലേ, പേപ്പട്ടികളെ പോലെ, തെരുവ് പട്ടികളെ പോലെ ഇതാ കടത്തിണ്ണകളെല്ലാം ഉറങ്ങുന്നവരില്ലേ. എത്രയോ പാവങ്ങളാ. ഈ പാവങ്ങളാകുന്ന ആളുകൾക്ക് നിന്റെ സമ്പത്ത് ചിലവഴിച്ചു കഴിഞ്ഞാ അവർക്ക് സദക്ക ചെയ്യുമ്പോ അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം ഈ പാവങ്ങളാകുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താ? ഖബറിന്റെ അദാബ് അങ്ങോട്ട് മാറ്റിത്തരികയാ. ഈ ഖബറിന്റെ ഞെരുക്കം അല്ലാഹു മാറ്റിത്തരികയാ. എന്റെ പ്രിയമുള്ളവരെ, ഖബറിന്റെ ഞെരുക്കമല്ലാത്ത ഞെരുക്കമല്ലേ, ഭീകരമാകുന്ന രംഗങ്ങളല്ലേ. ആ ഖബറിലേക്ക്, ഖബറിന്റെ സംസാരങ്ങൾ, ഖബറിലേക്ക് കടന്നു വരുന്ന ചിതലുകളില്ലേ, പുഴുക്കളില്ലേ. കൈഫാബീതുൽ ഖബറ ബൈന ഖാരിബിഹി ബിഅൻവാഇ ഹസ്റാത്തിൻ ബിഅൻവാഇ ഹസ്റാത്തിൻ വദൂദിൻ വഹയ്യതിഹി. എത്രയോ ചിതലുകളാണ്, പുഴുക്കളാണ്, തേളുകളാണ് ഖബറിലേക്ക് ഇങ്ങനെ മത്സരിച്ച് വരുമ്പോ ഈ ഖബറിന്റെ ഭീകരമാകുന്ന അവസ്ഥയിൽ നിന്നോ നമുക്ക് രക്ഷ വേണ്ടേ പെങ്ങള്? നമുക്ക് രക്ഷ വേണ്ടേ ഉപ്പാ? അല്ലാഹു നമ്മുടെ ഖബർ വിശാലമാക്കി തന്നനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഖബർ റഹ്മാനായ റബ്ബ് കണ്ണെത്താതൊരു വിശാലത തന്നനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിന്റെ പ്രകാശം അല്ലാഹു ഖബറിൽ തന്നനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിന്റെ വെള്ളി വെളിച്ചം അല്ലാഹു ഖബറിൽ തരട്ടെ. സ്വർഗത്തിന്റെ എല്ലാവിധ അനുഭൂതികളും അല്ലാഹു ഖബറിൽ തന്നനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഖബറുകള്, മണ്ണറകളെല്ലാം മണിയറയ്ക്ക് സമാനമാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. നമ്മുടെ വിഷയം ഞാൻ ചുരുക്കി. റഹ്മുറഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെ രഹസ്യവും പരസ്യമായ ധാരാളം പാവങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പെണ്ണിന്റെ ഈ വിജ്ഞാനം ചർച്ച ചെയ്ത വിളമ്പയ സദസ്സിലേക്ക് അല്ലാഹുവേ നിന്റെ ബറക്കത്ത് ഇറക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ചൊരിക്കണേ തമ്പുരാനെ. ഈ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം തരണേ അല്ലാഹ്. പൊന്നാര നബി തങ്ങളുടെ പൊന്നാര
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവേ കൈപിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾക്ക് ഇഖ്ലാസ് തരണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾക്ക് നീ ഇൽമത്വം തരണേ അല്ലാഹ് ഞങ്ങൾക്ക് വിനയം തരണേ തമ്പുരാനെ അഹങ്കാരം തരല്ലേ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലി അലാ ജമീൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും വിനീതന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് നൽകുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.